Good afternoon. Good afternoon, Miss. Good afternoon. Good afternoon, Miss. Good afternoon. Good afternoon, Miss. Good afternoon, Miss. Good afternoon. എങ്ങനെയുണ്ട് മഴയൊക്കെ? നല്ല മഴയായി ഇവിടെ. നല്ല മഴയാല്ലേ? ഇപ്പൊ ഇന്ന് ഇച്ചിരി സൂര്യൻ ഉദിച്ച്. ഇന്ന് സൂര്യൻ ഉദിച്ച്. നിങ്ങളൊരു മലപ്രദേശമാണോ? എങ്ങനെയാണ്? മലയുള്ള പ്രദേശങ്ങളാണോ? റബ്ബർ കാട്. ഇവിടെ 51 ഡിഗ്രി ചൂട്. ചൂട്. നല്ല മഴയാണ്. കാറ്റാണ് ഈ പ്രാവശ്യം ഏറ്റവും കൂടുതൽ കാറ്റാണ്. ഇപ്രാവശ്യം കാറ്റാവും കൂടുതല്. പിന്നെയും പനി ഇൻഫെക്ഷനും പിടിച്ചിട്ടിരിക്കുക. മാറ്റൂലേ? ഇല്ല, എനിക്കും അതെ, കൊച്ചിനും അതെ. കൊച്ചിനെ ഇപ്പൊ സ്കൂളിൽ വിട്ടിട്ട് ഇന്നത്തേക്ക് ഒരാഴ്ചയാവും. ചൂട് കൂടുതലാണല്ലേ? ഭയങ്കര ചൂട്. ഒരു പ്രത്യേക തരം ഒരു വൈറസ് ആണെന്നാണ് പറഞ്ഞത്. കൊച്ചിന് യൂറിൻ പാസ് ചെയ്യുന്നതിന്റെ അവിടെയും തോട്ടിലും ഒക്കെ ഇൻഫെക്ഷൻ അടിച്ച് ഒരു 8ന്റെ പണി കിട്ടിയിട്ടിരിക്കുവോ. ക്ലൈമറ്റിന്റെ ആയിരിക്കും ചിലപ്പോ. ക്ലൈമറ്റിന്റെ ആണെന്നാ പറഞ്ഞത്. അവക്കും ഒന്നും പറയാനും പറ്റുന്നില്ല. ഇവളാണെങ്കിൽ അല്ല, വേദന സഹിച്ചുകൊണ്ടിരിക്കുന്ന ആളാ. ഒരു ബുദ്ധിമുട്ട് വന്നാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവൾ തന്നെ കുറേ കൺട്രോള് ചെയ്യും. അത് കഴിഞ്ഞിട്ട് സഹിക്കാൻ വയ്യെങ്കിൽ മാത്രമേ പറയുള്ളൂ. എന്നിട്ട് പറയും എന്നോട്, അമ്മ എനിക്ക് യൂറിൻ പാസ് ചെയ്യുമ്പോ എന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്, നോക്കാമോ? 4 വയസ്സായി. നോക്കാമോ എന്നൊന്ന് ലാസ്റ്റ് വന്ന് പറഞ്ഞപ്പോ തന്നെ അവിടെ ചെറുതായിട്ട് ഇങ്ങനെ അതിന്റെ ഉള്ളിൽ ഇങ്ങനെ ബബിൾസ് പോലെ വന്നേക്കുവാ. പെട്ടെന്ന് പനിയും തുടങ്ങി. പിന്നെ വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോ സെയിം തോട്ടിൽ തന്നെ ഇൻഫെക്ഷനും ഉണ്ട്. ആ ഇൻഫെക്ഷൻ തന്നെയാണ് മറ്റേ യൂറിൻ പാസ് ചെയ്യുന്നതിന്റെ അവിടെ വന്നത്. പിന്നെ വോമിറ്റിംഗ് ആയി, ലൂസ് മോഷൻ ആയി, മൊത്തം പണിയായിട്ടിരിക്കുവായിരുന്നു. കൊറേ ദിവസം ഒരു മാസത്തിൽ കൂടുതലായില്ലോ ചെയ്യാനായിട്ട്. മാറുന്നില്ല. ഞാനാണ് മിസ്. O God, who is the truth and the origin of all knowledge, bless our studies which we construct to thee. Enlighten our mind, strengthen our memories, and direct our wills towards what is right. Grant us the grace to seek truth always and make us truly wise. Amen. Okay. Thought of the day. Good afternoon all. It always seems impossible until it's done. നെൽസൺ മണ്ടേല. ചെയ്ത് തീരുന്നത് വരെ അത് അസാധ്യമാണെന്ന് തോന്നും. ഇത് അദ്ദേഹത്തിന്റെ സ്ഥിരോത്സാഹത്തെയും ശുഭാപ്തി വിശ്വാസത്തെയും പ്രതിഫലിപ്പിക്കുന്നു.
വലിയ വെല്ലുവിളികൾക്കിടയിലും മഹത്തായ നേട്ടങ്ങൾ സാധ്യമാണെന്ന് വിശ്വസിക്കാൻ ഇത് ആളുകളെ താങ്ക് യു. ഓക്കെ, വെരി ഗുഡ്. നല്ല കോട്ട്. ശരിയാണ്. ഒരു സെക്കൻഡ്, നിങ്ങളൊന്ന് വായിക്കും കേട്ടോ. ഇത് ഏത് ലെസന്? മറിയ മോണ്ടിസോറി എന്നുള്ള ടെക്സ്റ്റിലുള്ളതാണോ? ഇത് മോഡ്യൂൾ 3 ആണോ? എത്രാമത്തെ യൂണിറ്റ് ആണ്? ടെൻഡൻസി ഓഫ് മാൻ, അതല്ലേ ആ ചാപ്റ്റർ? യൂണിറ്റ് 9, ടെൻഡൻസി ഓഫ് മാൻ. ഇച്ചിരി ടൈറ്റ് ആവാനുണ്ടല്ലോ. ആ കണ്ടുട്ടാ. പിന്നെ ഇത് നമ്മള് ടീച്ചർ ഫുള്ള് ഫസ്റ്റ് ദിവസമായിട്ട് എടുത്തത് മുമ്പ് എടുത്തിട്ടുണ്ടോ ഈ ലെസന്? ഇത് 14 വരെ നമ്മുടെ ഇതില്ലേ ടെൻഡൻസീസ് ആർന്ന് പറഞ്ഞിട്ട് ആ 14 എണ്ണം നമ്മൾ ആർക്കൊക്കെ ഉണ്ട് എന്നൊക്കെ ചോദിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായില്ലേ? അതുവരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മനസ്സിലായ സഫിയ? മനസ്സിലായി. ഞാൻ ആ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ല. പേജ് നമ്പർ ഒന്ന് പറയാമോ? എൻ്റെ PDF അത് കാരണം കൊണ്ട് പേജ് നമ്പർ ഇല്ല. പേജ് നമ്പർ 46. ഇന്നാരാ സൈനിങ് ചെയ്യുന്നത്? ചെയ്യാം. ഉഷാറാണിയുടെ മൈക്ക് മ്യൂട്ട് ചെയ്യേ. ഹലോ, കേൾക്കാമോ? കേൾക്കാം. ആ കേൾക്കുന്നുണ്ട് ടീച്ചർ. ട്രെയിനിങ് ആരാണ്? സൈനിങ് ഞാൻ ചെയ്യാം മിസ്. ഒരു പാട്ടാണേ. മാവിൻ കൂട്ടിലെ മധുരമായി മനതാരിൽ കുളിരുന്നൻ ബാല്യം, ആരോ നീട്ടിയ മഷിത്തണ്ടിൽ കുളിരുന്ന തളിരോർമ്മയാണെന്റെ ബാല്യം. ചെറുമണ്ണിൽ പാവാട ചായം തേക്കും അതു കാണെ കളിയാക്കുമിളനാമ്പുകൾ, കളിരാടുന്ന പാടത്തെ കതിരോർമ്മ ബാല്യം. മാവിൻ ചോട്ടിലെ മണമുള്ള മധുരമായി മനതാരിൽ കുളിരുന്നൻ ബാല്യം. താങ്ക് യു മിസ്. Okay, very good. Yes, good afternoon all. നാളെ നിങ്ങൾക്ക് ഇംഗ്ലീഷിന്റെ ക്ലാസ് ഉണ്ടായിരിക്കും കേട്ടോ. പിന്നെ ഈ ക്ലാസ് കഴിഞ്ഞിട്ട് ആരും മൈൻഡപ്പ് ചെയ്ത് പോരുത്. ഒരു ഹാഫ് ആൻ അവർ കൂടി ചിലപ്പോൾ അപർണൻസ് കയറുമായിരിക്കും. ഇന്ന് ക്ലാസ് കഴിയുമ്പോ 2:30 പോവരുത് കേട്ടോ. ഓക്കെ, കേട്ടോ? ഓക്കെ മിസ്. യെസ്, നമ്മള് ടെൻഡൻസീസ് ഓഫ് മാൻ ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. കുറച്ച് പറഞ്ഞിരുന്നു. After years of careful inspection in children, Maria Montessori was able to identify 14 important tendencies that compel human beings to make and refine the world around them, which she considers these as tendencies of man. For Maria Montessori, careful ആയിട്ടുള്ള ഒബ്സർവേഷന്റെ ഭാഗമായിട്ട് ഒരുപാട് വർഷത്തെ
ഒബ്സർവേഷന്റെ ഭാഗമായിട്ട് കുട്ടികളെ നിരന്തരമായിട്ട് അവരെ ഇൻസ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് അവര് എന്ത് കണ്ടെത്തി? മനുഷ്യരിലെ പ്രധാനപ്പെട്ട 14 ടെൻഡൻസീസ് ഉണ്ടെന്ന് അവര് കണ്ടെത്തുകയുണ്ടായി. മോണ്ടിസോറി കുട്ടികളെ നല്ല രീതിയിൽ ഇൻസ്പെക്ട് ചെയ്തു. ഒരുപാട് വർഷങ്ങൾ എടുത്തുകൊണ്ടാണ് കുട്ടികളെ ഒബ്സർവ് ചെയ്തത്. ആ ഒരു ഒബ്സർവേഷന്റെ റിസൾട്ട് എന്ന് പറയാനായിട്ട് എന്താ കിട്ടിയത്? 14 ടെൻഡൻസീസ്, 14 പ്രവണതകളാണ് നമ്മൾ മനുഷ്യർക്കുള്ളതെന്നാണ് അവര് കണ്ടെത്തിയത്. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടെൻഡൻസീസ് ഓഫ് മാൻ എന്ന് പറയുന്നത്. എന്തൊക്കെയാണത്? എക്സ്പ്ലോറേഷൻ, ഓർഡർ, ഗ്രിഗേറിയസ്നെസ്, കമ്മ്യൂണിക്കേഷൻ, അബ്സ്ട്രാക്ഷൻ, ഇൻട്രസ്റ്റ്, കാൽക്കുലേഷൻ, റിപ്പീറ്റേഷൻ, കോൺസെൻട്രേഷൻ, സെൽഫ് കൺട്രോൾ, പെർഫെക്ഷൻ, independence and work. Okay, these are the tendencies of 14 tendencies of man. മനുഷ്യന്റെ 14 പ്രവണതകളാണ്. അത് നിരന്തരമായിട്ടുള്ള വർഷങ്ങളെടുത്ത് ഒബ്സർവ് ചെയ്തതിനു ശേഷമാണ് കുട്ടികളിൽ ഇത്തരത്തിലുള്ള ടെൻഡൻസീസ് ഉണ്ട്, പ്രവണതകൾ ഉണ്ടെന്ന് മരിയ മോണ്ടിസോറി കണ്ടെത്തിയത്. മോണ്ടിസോറി prepared environment with its carefully chosen and beautifully arranged materials is built around these tendencies. Because of this, Montessori teachers do not want to force their students. Children are naturally drawn to the materials because they appeal to their intensive drives. അപ്പോൾ ഈ ഡ്രൈവുകളെ കൊണ്ടല്ല ഉദ്ദേശിക്കുന്നത്? 14 ടെൻഡൻസീസ് ഓരോന്നും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും കേട്ടോ. നിങ്ങളത് പറയാതെ പോയെന്നൊന്നും വിചാരിക്കണ്ട. 14 ടെൻഡൻസീസ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കാനുണ്ട്. മനുഷ്യന്റെ 14 പ്രവണതകൾ എന്തൊക്കെയാണെന്ന് എക്സ്പ്ലനേഷൻസോടെ തന്നെ പഠിക്കാനുണ്ട്. ഓക്കെ, പിന്നെ ഇന്നലെ ക്ലാസ്സിൽ കയറിയപ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ മഴയും കാറ്റും ഉള്ളത് കൊണ്ട് ചിലപ്പോ നെറ്റ് ഇഷ്യൂസ് വരാനുള്ള സാധ്യതയുണ്ട്, സൗണ്ട് ബ്രേക്ക് ആവാനുള്ള സാധ്യതയുണ്ട്, വീഡിയോ പോകാം, ഓഡിയോ പോകാം, അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. ഓക്കെ, അങ്ങനെ എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് ഉള്ളവർ ഒന്നിലും ഇവിടെ പറയാം. ഇനി ഞാൻ പറയുന്ന ക്ലാസ് ബ്രേക്ക് ഔട്ട് ആയി പോകുന്നുണ്ട്, ശബ്ദം കേൾക്കുന്നില്ല, വീഡിയോ കാണുന്നതൊക്കെ പറയാം കേട്ടോ. ഓക്കെ, അപ്പൊ മോണ്ടിസോറി തന്റെ മെത്തേഡിനെ വളരെ എന്താണ് എൻവയോൺമെന്റലി ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മൾക്ക് ഇവിടെ തയ്യാറാക്കിയിട്ട് അറേഞ്ച് ചെയ്ത് അവരുടെ മെറ്റീരിയൽസ് അല്ലെങ്കിൽ പ്രാക്ടീസുകളൊക്കെ എന്താണ്, അതായത് നമ്മളുടെ ഈ പ്രവണതകളിലേക്ക് നിയന്ത്രിക്കുന്ന തരത്തിൽ, മനുഷ്യന്റെ പ്രവണതകളെ നിയന്ത്രിക്കുന്ന തരത്തിലാണ് മോണ്ടിസോറി തന്റെ മെറ്റീരിയൽസുകൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. Okay, the Montessori prepared environment with carefully chosen and beautifully arranged materials is built around these tendencies. Okay, അപ്പൊ മനുഷ്യൻ എത്രത്തോളം പ്രവണതകൾ ഉണ്ട്, അപ്പൊ അതിനെ മനസ്സിലാക്കുന്ന തരത്തിലാണ് മോണ്ടിസോറി തന്റെ മോണ്ടിസോറി ചുറ്റുപാട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ബിക്കോസ് ഓഫ് ദിസ് മോണ്ടിസോറി ടീച്ചേഴ്സ് ഡു നോട്ട് വാണ്ട് ടു ഫോഴ്സ് their students to. Children are naturally drawn to the materials because they appeal to the intensity of drives. അപ്പൊ നമ്മൾക്ക് ഒരു മോണ്ടിസോറി എൻവയോൺമെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ ഫോഴ്സ് ചെയ്തിട്ടാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്. മോണ്ടിസോറിയില് ഫോഴ്സ് ചെയ്തുള്ള മെത്തേഡ് ആണോ? അല്ല, അല്ല, ഒരിക്കലും അല്ല അല്ലെ. നമ്മൾ ഒരിക്കലും കുട്ടികളെ ഫോഴ്സ് ചെയ്തിട്ട് ഒരു ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ട് നമ്മൾ അവർക്ക് ഫ്രീ ആയിട്ടുള്ള ചുറ്റുപാടാണ് കുട്ടികൾക്ക് കൊടുക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ചുറ്റുപാട് കൊടുക്കുന്നത്? ഇത്തരം ടെൻഡൻസീസ് ഒക്കെ ഉള്ള കുഞ്ഞുങ്ങളായത് കൊണ്ട് തന്നെ എല്ലാ മനുഷ്യർക്കും ഇത് സഹജമാണ് അല്ലെ. ഈ എല്ലാ പ്രവണതകളുള്ളവരാണ് എല്ലാ മനുഷ്യരും. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള രീതിയിലാണ് അത് കൺസ്ട്രക്ട് ചെയ്തത്. കുട്ടികൾ ഒരിക്കലും നമ്മൾ നിർബന്ധിച്ച് ഫോഴ്സ് ചെയ്യിപ്പിച്ചൊരു കാര്യത്തിലേക്ക് കൊണ്ടുവരേണ്ടത് പ്രത്യേകിച്ച് മോണ്ടിസോറി മെത്തേഡിൽ അവനെ പരാമർശിക്കപ്പെടുന്നില്ല. Children are naturally drawn to the materials because they appeal to their intensity drives. കുട്ടികൾ നാച്ചുറലി ആണ് അല്ലെ. നാച്ചുറലി എന്ന് പറഞ്ഞാൽ എന്താണ്? നാച്ചുറലി children are naturally drawn to the materials because they appeal to their intensity drives. എന്ന് പറഞ്ഞാൽ എന്താ? കുട്ടികളെ നമ്മൾ അത് ചെയ്ത് പറഞ്ഞു കൊടുത്തിട്ടാണ് കുട്ടിയെ ഓരോ കാര്യങ്ങളിലേക്ക് ആകർഷിക്കുന്നത്, ഓരോ മെറ്റീരിയൽസ് ചൂസ് ചെയ്യുന്നത്.
കുട്ടികൾ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഇഷ്ടത്തിനനുസരിച്ചിട്ട് അത് സെലക്ട് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി കുഞ്ഞുങ്ങൾക്ക് നമ്മൾ അവിടെ പ്രത്യേകിച്ച് ഒരു ഫോഴ്സ് കൊടുക്കേണ്ടതില്ല. ഏത് സെലക്ട് ചെയ്യണം, ഏത് ചൂസ് ചെയ്യണം എന്നൊക്കെ വ്യക്തമായിട്ട് കുട്ടികൾക്ക് അറിയാം. അത്തരത്തിലുള്ള എൻവയോൺമെന്റ് ആണ് നമുക്ക് മോണ്ടിസോറി പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് നമ്മൾ മെറ്റീരിയൽസ് അപ്രാക്ടീസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു കോൺസെപ്റ്റ് രൂപപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, യെസ്. During her many years of inspection, children in great variety of cultural environments, Montessori was able to identify 40 specific observable traits which she considered as tendencies of man. പിന്നെയും വർഷങ്ങൾ എടുത്തുകൊണ്ട് എന്താണ് മോണ്ടിസോറി ഇത് ഓരോ ദിവസവും ദിനംപ്രതി കുട്ടികളെ ശരിക്കും ഇൻസ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു കുട്ടിയെ പോലും നിരീക്ഷിക്കാതിരിക്കുന്നില്ല. ദിനംപ്രതി എന്താണ് ഈ ഒരു ഇൻസ്പെക്ഷൻ, ഈ ഒബ്സർവേഷൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. കുട്ടികൾ എന്തൊക്കെ ബിഹേവിയറലായിട്ട് മെന്റലി ആയിട്ട് എന്തൊക്കെ ചേഞ്ചസ് കുഞ്ഞുങ്ങൾ കാണിക്കുന്നു എന്നതുമായി ബന്ധപ്പെട്ട് നല്ല രീതിയിലുള്ള നിരീക്ഷണമാണ് ആര് കാഴ്ചവെച്ചിരുന്നത്? മോണ്ടിസോറി കാഴ്ചവെച്ചില്ല. വർഷങ്ങളോളം നീണ്ടു നിന്ന പരിശോധനയിലാണ് മനുഷ്യൻ ഇത്രത്തോളം ഒരു ടെൻഡൻസീസ് ഉണ്ടെന്ന് അവരെ കണ്ടെത്തിയത്. ഓക്കെ, യെസ്. വെറൈറ്റി ഓഫ് കൾച്ചറൽ എൻവയോൺമെന്റ്സ്, അതായത് നമ്മളുടെ ഒരു ചുറ്റുപാടില്, അതായത് നമ്മളൊരു ചുറ്റുപാടിലാണ് ചെയ്യുന്നത്. നമ്മളൊരു എന്താ പറയാ, നമ്മുടെ പരിസ്ഥിതിയിൽ നമ്മൾ എങ്ങനെയൊക്കെ ഇടകി ചെയ്യുന്നത്, എന്തൊക്കെ പ്രവണതകളാണ് നമ്മൾ ഓരോ സിറ്റുവേഷൻസിൽ കാണിക്കുന്നത്. ഇപ്പൊ ഈ പ്രവണത എന്ന് പറയുമ്പോൾ നമ്മൾ സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണ് അത് കാണിക്കുന്നത്, അല്ലെ? അതായത് കാൽക്കുലേഷൻ എന്ന് പറയുമ്പോൾ കാൽക്കുലേഷൻ എങ്ങനെയാണ് നമ്മൾ വരുന്നത്? നമ്മുടെ ലൈഫ് സിറ്റുവേറ്റഡ് ആയിട്ട് എങ്ങനെ പറയാൻ പറ്റും കാൽക്കുലേഷൻ? നമ്മൾ എന്തെങ്കിലും കാൽക്കുലേറ്റ് ചെയ്യാറുണ്ടോ? ഒന്നും കാൽക്കുലേറ്റ് ചെയ്യാറില്ല. കോൺസെൻട്രേഷൻ ചെയ്യാറുണ്ടോ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട്? എന്തെങ്കിലും കാര്യം വരുമ്പോ ശ്രദ്ധയോടെ കേൾക്കാറില്ലേ? അത് കോൺസെൻട്രേഷൻ അല്ലേ? ഇത് നമ്മുടെ ലൈഫ് സിറ്റുവേഷൻ, ഒരു സിറ്റുവേഷൻ വന്നാലും ടീച്ചർ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പർപ്പസ് ആണത് അറ്റൻറ്റീവ് ആയിട്ട് കേൾക്കുക എന്നുള്ളത്, അല്ലെ? നമ്മൾ ആ ഒരു സമയത്ത് എന്ത് ചെയ്യും? അത് അറ്റൻഷനോടെ കേൾക്കുന്നു. അവിടെ നമ്മൾ ആ പറയുന്ന കണ്ടൻസ് എന്താണ് സ്വീകരിക്കുക, നല്ല രീതിയിൽ സർവേ ചെയ്തിട്ട് വളരെ ശ്രദ്ധ കൊടുത്തുകൊണ്ടാണ് നമ്മൾ കേൾക്കുന്നത്. അത് നമ്മളുടെ ഒരു ടെൻഡൻസിയാണ്. അതുപോലെ ഇപ്പൊ പഠനം മാത്രമല്ല, കോൺസെൻട്രേഷനുമായി റിലേറ്റ് ചെയ്ത് തന്നെ ഏതൊരു സാഹചര്യം, ഇപ്പൊ റോഡിൽ പോകുന്ന സമയത്ത്, ബസ് യാത്ര ചെയ്യുന്ന സമയത്ത്, വിൻഡോ സീറ്റിൽ ഇരിക്കുന്ന സമയത്ത്, ഇപ്പൊ പോകുന്ന വഴിയിൽ നല്ലൊരു പുഴ കണ്ടുകൊണ്ടിരിക്കണം. പുഴയിൽ നടക്കുന്ന കാര്യങ്ങൾ, പുഴയിൽ തോണി ഉണ്ടാവാം, അല്ലെങ്കിൽ ചില സൈഡിൽ ആൾക്കാർ മണല് വാരുന്നുണ്ടാവാം, കുട്ടികൾ അവിടെ ചൂണ്ടയിടുന്നുണ്ടാവാം. പല സംഭവങ്ങൾ നമുക്ക് ആ പുഴയോട് ചുറ്റും കാണാൻ പറ്റും പോകുന്ന വഴിയിൽ. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ഒബ്സർവ് ചെയ്യുകയും ചെയ്തപോലെ കോൺസെൻട്രേഷനോടുകൂടി കണ്ടുകൊണ്ടിരിക്കും, അല്ലെ? ആ പിക്ചറൈസേഷൻ കുറെ നേരം നമ്മുടെ മനസ്സിലുണ്ടാവും. നമ്മൾ നിങ്ങൾ പോകുമ്പോൾ ശ്രദ്ധിക്കാറില്ലേ? ശ്രദ്ധിക്കാറുണ്ട്. കോൺസെൻട്രേഷൻ ഉണ്ട്. ഓക്കെ, പിന്നെ പല കാര്യങ്ങളും വളരെ പെർഫെക്ഷൻ ആയിട്ട് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. നമ്മൾ പെർഫെക്ഷനോടെ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. എന്താണ് നമ്മൾ ശ്രമിക്കാറ് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാനായിട്ട്? ചിലവര് പഠനത്തിൽ മികവ് കാണിക്കാൻ ശ്രമിക്കാറുണ്ട്. നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൽ കുക്കിങ്ങിൽ മികവ് കാണിക്കുന്നത്, പെർഫെക്റ്റഡ് ആയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കാൻ ശ്രമിക്കാറുണ്ട്. നല്ല റെസിപ്പിയൊക്കെ ചേർത്തുള്ള നല്ല ഫുഡ് ഉണ്ടാക്കാൻ ശ്രമിക്കാറുണ്ട്. പെർഫെക്റ്റ് ആയിട്ട് പാടാൻ ശ്രമിക്കാറുണ്ട്. പെർഫെക്റ്റിലായിട്ട് സംസാരിക്കാൻ, ബിഹേവ് ചെയ്യാനൊക്കെ നമ്മൾ എന്താണ് അവിടെയൊക്കെ നമ്മൾ പെർഫെക്ഷൻ കണ്ടെത്താറുണ്ട്. ഓക്കെ, അത് നമ്മുടെ ലൈഫ് സിറ്റുവേഷനിലെ പ്രവണതയല്ലേ? അതെ. ഓക്കെ, സെൽഫ് കൺട്രോൾ. സെൽഫ് കൺട്രോൾ എന്താണ്? സ്വയം നിയന്ത്രിക്കുക. പല ഘട്ടങ്ങളിലും നമുക്ക് സ്വയം നിയന്ത്രിക്കേണ്ടി വരും. ഓക്കെ, നമ്മള് എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കാം. പറഞ്ഞപ്പോ പറഞ്ഞെന്നുള്ളൂ. എന്താണ് 14 യൂണിവേഴ്സൽ ടെൻഡൻസീസ് ആണ് മനുഷ്യരിലുള്ളത്. എന്തൊക്കെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്? എക്സ്പ്ലോറേഷൻ, റിപ്പീറ്റേഷൻ, ഓർഡർ, ഗ്രിഗേറിയനസ്, അബ്സ്ട്രാക്ഷൻ, ക്യൂരിയോസിറ്റി, കാൽക്കുലേഷൻ. അവിടെ വീണ്ടും റിപ്പീറ്റേഷൻ വന്നിട്ടുണ്ട്. അവിടെ എന്താ കൊടുക്കേണ്ടത്? കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ ആണ് കൂട്ടത്തിലില്ലാത്തത്. കമ്മ്യൂണിക്കേഷൻ. ഇവിടെ എന്താണ് വേണ്ടത്? കമ്മ്യൂണിക്കേഷൻ ആക്കാം കേട്ടോ. റിപ്പീറ്റേഷൻ മാറ്റി ഇവിടെ കമ്മ്യൂണിക്കേഷൻ ആക്കാം. Then concentration, self-control, perfection, creativity, independence and work. ഇവിടെ എട്ടാമത്തേതിൽ റിപ്പീറ്റേഷൻ മാറ്റിയിട്ട് കമ്മ്യൂണിക്കേഷൻ ആക്കാം കേട്ടോ. ഓക്കെ,
അപ്പൊ എന്തൊക്കെയോ ഓരോന്ന് എന്താക്കിയാൽ നോക്കാം. എക്സ്പ്ലോറേഷൻ എന്താണ്? പര്യവേഷണം അല്ലെ? എക്സ്പ്ലോർ ചെയ്യുന്നത് നമ്മളുടെ ടെൻഡൻസി ആണ് അല്ലെ? കുട്ടികൾ പല കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു മൈൻഡ് ഉള്ളവരാണ് ആരാ കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത്. റിപ്പീറ്റേഷൻ എന്താണ്? റിപ്പീറ്റേഷൻ ആവർത്തനം. എങ്ങനെയാണ് കുട്ടികളിൽ ആവർത്തനം വരുന്നത്? ഏതെങ്കിലും ഒരു വർക്ക് ചെയ്യുമ്പോൾ അത് കറക്റ്റ് ആകാൻ വേണ്ടി വീണ്ടും വീണ്ടും റിപ്പീറ്റ് ആയിട്ട് ചെയ്തുകൊണ്ടേയിരിക്കും, കറക്റ്റ് ആകുന്നത് വരെ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ പിങ്ക് ടവർ ഒക്കെ അടുക്കി വെക്കുമ്പോൾ ചിലപ്പോൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസോർഡർ ആയിട്ടൊക്കെ ഫസ്റ്റ് വെക്കും, പിന്നെ വെച്ച് അവർ കറക്റ്റ് ആയിട്ട് ഓർഡറിൽ വെക്കാനായിട്ട് പരിശ്രമിക്കും. റിപ്പീറ്റേഷൻ ആവർത്തിക്കുക. ഓക്കെ. ഓർഡർ. ഓർഡർ എന്താണ്? ക്രമീകരിക്കുക. ക്രമീകരണം. ആക്ടിവിറ്റീസ് ഒക്കെ കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അവർക്ക് ഇപ്പോൾ ആക്ടിവിറ്റീസോ മെറ്റീരിയൽസോ കൊടുക്കാതെ തന്നെ കുട്ടികൾ അവർ സ്വന്തം കാര്യങ്ങൾ നമ്മൾ ഓർഡറിൽ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് അല്ലെ? ചില കുട്ടികൾ ഓർഡർ നാച്ചുറലി ചെയ്യുന്നവരുണ്ട്. ഓർഡർ ആണ് അവർക്ക്, കാരണം അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള തിങ്സുകൾ അവിടെ വെക്കണം, എങ്ങനെ ഉപയോഗിക്കണം, അങ്ങനെ ചെയ്യുന്ന ചില കുട്ടികളുണ്ട്. ചില കുട്ടികൾക്ക് നമ്മളത് പറഞ്ഞു കൊടുക്കാതെ ഒരു ഓർഡർ വരില്ല. ചിലവരെങ്ങനെയാണ് കറക്റ്റ് ഓർഡറിലായിരിക്കും പോകുന്നത്. ചിലവരുടെ പേഴ്സണാലിറ്റിയിൽ വ്യത്യാസം ഉണ്ടാവും അല്ലെ? അതിനനുസരിച്ചിട്ട് എന്താണ് പല കാര്യങ്ങളിലും വ്യത്യസ്തത അനുഭവപ്പെടാം. ചിലവർക്ക് നമുക്ക് എന്താണ് ഓർഡർ പറഞ്ഞു കൊടുക്കേണ്ടത്. ചില കുഞ്ഞുങ്ങളോട് അങ്ങനെയാണ് ഇങ്ങനെ ചെയ്യണമെന്ന്. പക്ഷെ ചില കുട്ടികൾ എന്താണ് നേരത്തെ അത് മുൻകൂട്ടിക്കൊണ്ട് നാച്ചുറലി അത് കുഞ്ഞുങ്ങൾക്ക് വരുന്നത്. ഇനി ഗിർഗേറിയനസ് എന്താണ്? ഗിർഗേറിയനസ് സൗഹൃദം പുലർത്തലാണോ മറ്റുള്ളവരോട്? ആണോ? സൗഹൃദം പുലർത്തലാണോ? ഇത് നമ്മളുടെ ഒരു സ്വഭാവത്തിൽ വരുന്ന കാര്യമാണ്. എന്തായിരിക്കും ഗ്രിഗേറിയനസ്? ആഡംബര സ്വഭാവം എന്ന് കേട്ടിട്ടുണ്ട്. ആഡംബരം. അതെന്താ? അതെന്താ ആഡംബര സ്വഭാവം എന്ന് പറഞ്ഞാൽ? പൊങ്ങച്ചം പറയുന്നതല്ലേ? പൊങ്ങച്ചാണോ? ആഡംബരം എന്ന് പറഞ്ഞാല് അതിനെന്താ വേറെ മീനിങ് പറയാ? ആഡംബരം പറഞ്ഞാൽ കുറച്ച് കൂടുതലായിട്ട് പറയും. ആഡംബരം പറഞ്ഞാൽ കുറച്ച് ഇങ്ങനെ പൊങ്ങച്ചം, കുറച്ച് അതുണ്ട്, കാറുണ്ട്, ബംഗ്ലാവുണ്ട്, അങ്ങനെയൊക്കെ പറയില്ലേ? പൊങ്ങച്ചം എന്ന രീതിയിലായിട്ട് പറയാൻ പറ്റുമോ? ഇല്ല. ധാരാളിത്താണോ മിസ്സേ? ധാരാളിത്തം. വെരി ഗുഡ്. അതായത് അതങ്ങനെ നമ്മുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് പറയാം. നമ്മൾ അങ്ങനെ ഗ്രിഗേറിയനസ് കാണില്ല, ആഡംബര സ്വഭാവം കാണിക്കുന്ന സിറ്റുവേഷൻ ഏതൊക്കെയാണ്? പ്രധാനമായിട്ട് നമ്മൾ ഫങ്ഷണൽ റിലേറ്റഡ് ആണത് അല്ലെ? ഫങ്ഷൻസ് വരുന്ന സമയത്ത് അല്ലെ ഏറ്റവും കൂടുതൽ ആഡംബര സ്വഭാവം ആ ഒരു ടൈപ്പ് ഓഫ് ടെൻഡൻസി. ഇപ്പൊ നമുക്ക് കല്യാണമാണെന്ന് വിചാരിക്കും, കല്യാണമാണ് നമ്മൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ ആണ്, സ്കൂളിൽ ഒരു ഫംഗ്ഷൻ ആണ്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു പ്രോഗ്രാം ആണെങ്കിൽ നമ്മൾ എന്നും വരുന്ന പോലെ അല്ലെങ്കിൽ എന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന പോലെ എന്നും ബിഹേവ് ചെയ്യുന്ന പോലെ ആയിരിക്കും ആ ഒരു ദിവസത്തെ പറഞ്ഞത്. അല്ല അല്ല, നമ്മള് എന്നതിലേറെ കൂടുതൽ ഒരുങ്ങിയിട്ട് ഇതാക്കിയിട്ടൊക്കെ പോവാറ്. യെസ്, അങ്ങനെ ഒരു ടെൻഡൻസി നമുക്ക് ഉണ്ട് അല്ലെ? നമുക്ക് സിറ്റുവേഷൻ അനുസരിച്ചിട്ട് എങ്ങനെ എവിടെ പോകണം, ഏത് ഫംഗ്ഷൻ എങ്ങനെ അറ്റൻഡ് ചെയ്യണം എന്നൊക്കെ അറിയാം. നമ്മളിപ്പോ മരണ വീട്ടിൽ പോകുന്നത് ആഡംബരമായിട്ടാണോ പോകുന്നത്? അല്ല അല്ല. എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നത്? നമുക്കറിയാം ആ ഒരു സിറ്റുവേഷൻ അവിടെ അങ്ങനെയല്ല, നമ്മളുടെ ടെൻഡൻസി അവിടെ മാറ്റണം അല്ലെ? കല്യാണമാണെങ്കിലോ, ഫംഗ്ഷൻ ആണെങ്കിലോ, മറ്റെന്തെങ്കിലും? മിസ്സേ, ഇപ്പൊ മരണ വീട്ടിൽ പോണത് കല്യാണ വീട്ടിൽ പോണതിനേക്കാളും സ്റ്റൈലായിട്ടാ പോകുന്നത്. ഇപ്പൊ എല്ലാം സത്യം പറഞ്ഞതാ, സത്യം. ശരിയാണ്. അത് സിനിമാ നടിമാരായിരിക്കും, നാച്ചുറൽ ആയിട്ടുള്ള ആൾക്കാർ അങ്ങനെ പോകുന്നത്. അല്ലാടോ, അല്ല എന്റെ ഹസ്ബൻഡിന്റെ വീട് ഇടുക്കിയാ. അവിടെ ഒരു അത്യാവശ്യം നല്ല ക്യാഷ് ടീം ആ ഏരിയ ഫുള്ളും. നിഷയ്ക്കൊക്കെ അറിയായിരിക്കും. എന്നുവെച്ചാൽ നിഷയും ഇടുക്കിയാണല്ലോ. അവിടെയൊക്കെ പോരാത്തതിന് ഞങ്ങള് ക്രിസ്ത്യൻസും കൂടെ ആയ കാരണം ഈ അച്ചായൻ സ്റ്റൈലാ. ഓൺലൈനിൽ വില കൂടിയ ഡ്രസ്സായിരിക്കും എടുത്തിട്ടുകൊണ്ട് പോണേ.
എന്നിട്ട് അതിന് മാച്ച് ചെയ്യുന്ന കമ്മല് മാല എല്ലാം ഇട്ട് പെറുക്കി പോവും. നോർമൽ ആൾക്കാർ നടക്കുന്ന പോലെയല്ല. നോർമൽ ആണെങ്കിലും ഇല്ലാത്തത് മറ്റുള്ളവരുടെ നിന്ന് മേടിച്ച് ഇട്ടിട്ട് മരണ വീട്ടിൽ പോകുന്ന ആൾക്കാർ വരെ ഉണ്ട് നമ്മുടെ പരിസരത്ത്. അതാണ് ഞാൻ പറഞ്ഞത്. വ്യത്യാസം അല്ലേ? ഇവിടെ മലപ്പുറം ഭാഗത്തൊന്നും അങ്ങനെ ഇല്ല കേട്ടോ. എന്റെ മോനെ അല്ല, നമ്മള് കുറേ ഉണ്ട്, കുറേ അനാവശ്യമായിട്ടുള്ള ചിന്താഗതിയും പൈസയും നല്ലപോലെ അടങ്ങും. മരണ വീടൊന്നും ഏതെങ്കിലും ഇല്ല, ഒരു ഫംഗ്ഷൻ ഒന്നുമില്ല. വരട്ടെ എന്നിട്ട് ഇടാന്ന് പറഞ്ഞിട്ട് മാറ്റി വെച്ച പലതും ഉണ്ടാവും. അപ്പൊ അതിന് ഉപയോഗിക്കേണ്ടവർക്ക് അല്ലേ? എന്റെ പൊന്നെ സഫിയ, എന്നാലും മരണ വീട്ടിലൊക്കെ ഇങ്ങനെ പോകണം. ഞാൻ പല പ്രാവശ്യം എല്ലാവരോടും ഞാൻ ചോദിച്ചു, എന്റെ കസിൻസിനോട് വരെ ഞാൻ ചോദിച്ചിട്ടുണ്ട്, മരണ വീട്ടിൽ പോകുന്നത് ഇങ്ങനെയാണോ എന്ന്. ഓക്കെ നമ്മളെല്ലാം കൂടി പോയൊരു ബ്ലാക്ക് ചുരിദാർ ഇട്ടുകൊണ്ട് പോകും. ഓക്കെ, അതൊന്നും നമ്മള് ഈ ആഡംബരപൂർണ്ണമാകുന്നത് നമ്മുടെ ഡ്രസ്സിങ്ങിൽ മാത്രമല്ല, അല്ലാതെ കുറച്ച് ആസ്പെക്ട്സിൽ നമ്മള് ആഡംബരം കാണിക്കാറുണ്ട്. അത് ഏതൊക്കെ വസ്തുക്കളാണെന്ന് അറിയാമോ? നമ്മളവിടെ നമ്മുടെ അലങ്കരിക്കുന്ന വളരെ ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ ബിഹേവ് ചെയ്യും ചിലവര് കണ്ടിട്ടില്ലേ? എന്നൊക്കെ പറഞ്ഞ് പെരുമാറുന്നവരെ കണ്ടിട്ടില്ലേ? ഭയങ്കര സംസാരമായിരിക്കുള്ളൂ. നമ്മളെങ്ങോട്ട് ആകർഷിച്ച് അങ്ങോട്ട് കളയും. വളരെ സോഷ്യബിൾ ആയിരിക്കുള്ളവര്, ഭയങ്കര ഫ്രണ്ട്ലി സോഷ്യബിൾ മാനറിലൊക്കെ ബിഹേവിയർ കാണിക്കുന്നത് നമ്മുടെ മനുഷ്യന്റെ ഒരു ടെൻഡൻസിയാണ്. ഓക്കെ, പിന്നെ എന്തൊക്കെ കാണിക്കാറുണ്ട്? കമ്പനി വിത്ത് അതേഴ്സ്. നമ്മള് ഈ ഒരു സിറ്റുവേഷൻ വെച്ച് ഇപ്പൊ എന്ന് പറയാം, ഭയങ്കര സംസാരം എന്ന് വെച്ചാൽ അത്രയും ക്രൗഡിന്റെ ഇടയിൽ ചിലപ്പോൾ അവരാണ് നമ്മൾ പെട്ടെന്ന് അട്രാക്ട് ചെയ്യും അല്ലെ? ആളുടെ എന്തുകൊണ്ടാണ് ഡ്രസ്സിങ്ങോ കാര്യങ്ങളോ ആയിരിക്കില്ല, ചിലപ്പോ അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ആളുടെ ബിഹേവിയർ കൊണ്ട് ആളെന്താണ് ആഡംബരം കാണിക്കുന്നുണ്ട്. അതായത് എങ്ങനെയാണ്? സംസാരത്തിലൂടെ, മാനറിസത്തിലൂടെ, അല്ലെങ്കിൽ എന്താണ് മറ്റുള്ളവരോട് ഭയങ്കരമായിട്ട് ഇടപെടുക. ഇവിടെ എത്ര 50 പേരുണ്ടെങ്കിൽ 50 പേരുമായിട്ട് എന്താണ് നല്ല ഇടപെടലായിരിക്കും, നന്നായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ കഴിയുന്നത്. അത് നമുക്ക് വിദ്യാഭ്യാസമായിട്ട് പറയാൻ സാധിക്കും. ഡ്രസ്സിന് മാത്രമല്ല, ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത്. രണ്ട് കാറ്റഗറിയും പറയാം. ഡ്രസ്സ് നമുക്കൊരു ആഡംബരമായിട്ടുള്ളൊരു നമ്മളുടെ പ്രവണതയാണ്, നമ്മള് മനുഷ്യരങ്ങനെയാണ് അല്ലെ? അതേപോലെ എന്താണ് ഇങ്ങനെ പെരുമാറുന്നതും എന്തായിട്ട് കൂട്ടാൻ നമുക്ക് വിദ്യാഭ്യാസ ആയിട്ട് നമുക്ക് കൂട്ടാവുന്നതാണ്. ഓക്കെ, മനസ്സിലായോ? അത് മനസ്സിലായി. ടോക്കറ്റീവ് ആയിട്ടുള്ള ആൾക്കാരെ കണ്ടിട്ടില്ലേ? ഇതാണ് ടീച്ചർ ഉദ്ദേശിച്ചത്. ഭയങ്കരമായിട്ട് സംസാരിക്കുന്നവരുണ്ട്, ആ ഒരു ടെൻഡൻസി ഉള്ള ആൾക്കാരുണ്ട് നമ്മുടെ ഇടയിൽ. കേട്ടിട്ടില്ലേ ക്ലാസ്സില്? ഇല്ല, കേറിയിട്ടില്ല എന്നാ തോന്നുന്നത്. ദിവ്യ നാട്ടിലേക്ക് വന്നിട്ടില്ലേ? ഇന്നലെ ആള് നാട്ടിലെത്തിയിട്ടുണ്ട്. പിന്നെ വേറൊരു എക്സാമ്പിൾ പറയാം. നമ്മള് പുതിയ ആൾക്കാരെ കണ്ടാലും പുതിയ ആളോടാണ് സംസാരിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. ചിലവർ സംസാരിക്കുന്നില്ല, പുതിയ ഒരാളെ കണ്ടിരിക്കുന്നത്, പക്ഷെ ആ ഒരു മറയൊന്നും ഇല്ലാതെ ഒരു പരിചയക്കുറവൊന്നും ഒരു സ്റ്റാർട്ടിംഗ് ലെവലോ പോലും ഉണ്ടാവില്ല. ചിലവര് കണ്ടിട്ടില്ലേ ഭയങ്കരമായിട്ട് സംസാരിച്ചു. കണ്ടിട്ടുണ്ട്. ചിലവര് നമ്മള് മുമ്പേ പരിചയമുള്ള പോലെ സംസാരിക്കുക. അതെ, അത് വിദ്യാഭ്യാസത്തിനായിട്ട് നമുക്ക് പറയാം. പിന്നെ എന്താണ്, സോഷ്യൽ ഇന്ററാക്ഷൻസ് കൂടുതലായിരിക്കും. ഇങ്ങനെയുള്ള ആൾക്കാർക്ക് സോഷ്യൽ ഇന്ററാക്ഷൻസ് കൂടുതലായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ രാഷ്ട്രീയക്കാരൊക്കെ ആ ഒരു ഇതില് വരും, ആ ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുന്നത്. പക്ഷെ രാഷ്ട്രീയക്കാരിലും കാണുന്നുണ്ട് അല്ലെ? അദ്ദേഹം ഉണ്ടാക്കുന്നുണ്ട് ഈ ഒരു കാറ്റഗറിയിൽ ടെൻഡൻസീസ് കൂടുതലായിരിക്കും. ശരിയാണ് പറഞ്ഞത്. ഇനി അടുത്ത ടെൻഡൻസി എന്താണ്? അബ്സ്ട്രാക്ഷൻ. അബ്സ്ട്രാക്ഷൻ എന്താണ്? അറിയില്ല മിസ്സേ. ആകർഷിക്കേ? അബ്സ്ട്രാക്ട് ചെയ്യാൻ മീൻസ് അമൂർത്തമായിട്ട്, അമൂർത്തീകരണം എന്ന് പറഞ്ഞാൽ എന്താ? ഇങ്ങനത്തെ മലയാളം ഒന്നും പറയട്ടെ മിസ്സേ, മനസ്സിലാവുന്ന മലയാളം. അമൂർത്തീകരണം, അതിന്റെ പേരതാണ്. പൂർത്തീകരണം, അമൂർത്തീകരണം. അപ്പൊ എന്തായിരിക്കും? പൂർത്തീകരിക്കാൻ പറ്റാത്തതാണ്. എന്താണ്? മനസ്സിലാക്കാൻ പറ്റാത്തതോ? ആണോ? ഒരു കാര്യം പൂർത്തീകരിക്കാൻ പറ്റാത്തതാണ്. പൂർത്തീകരിക്കാൻ പറ്റാത്തത് യെസ്, കോംപ്ലക്സ് സിറ്റുവേഷൻസ്. അബ്സ്ട്രാക്ട് എന്ന് പറയുന്നത് നമ്മുടെ കോംപ്ലക്സ് സിറ്റുവേഷൻസ് നമ്മൾ എങ്ങനെയായിരിക്കും ഹാൻഡിൽ ചെയ്യുന്നത്? ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷൻസ് നമ്മൾ എന്ത് ചെയ്യും? ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ നമ്മൾക്ക് വന്നു, അപ്പൊ നമ്മളുടെ ഒരു ടെൻഡൻസി വരാൻ പോവുകയാണ്. അത് എന്ത് ടെൻഡൻസി ആയിരിക്കും നമ്മൾ കാണിക്കാൻ പോകുന്നത്? എങ്ങനെയായിരിക്കും?
ഇങ്ങനെ ചെയ്യും നമ്മൾ അബ്സ്ട്രാക്ഷൻ ചെയ്യും. അബ്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞൊരു കാര്യം നമ്മൾ ഏതോ ഒരു ചാപ്റ്ററിൽ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് അവിടെ എന്തോ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട്. അബ്സ്ട്രാക്ടിങ് ടേംസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് സങ്കല്പിക്ക് സങ്കല്പമാണോ? സങ്കല്പമാണോ അബ്സ്ട്രാക്ഷൻ? അബ്സ്ട്രാക്ട് ടേംസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അബ്സ്ട്രാക്ട് ടേംസ്, അബ്സ്ട്രാക്ട് ടേംസ് അബ്സ്ട്രാക്ട് ടേംസ് അതും പഠിപ്പിച്ചിട്ടുണ്ട്. ലാംഗ്വേജ് ഡെവലപ്മെന്റോ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഒക്കെ പഠിച്ചിട്ടുണ്ട് നമ്മള്. വേർപെട്ട് നിൽക്കുന്ന നല്ല അർത്ഥമാണോ? വേറിട്ട് നിൽക്കുന്നവരുടെ അർത്ഥം പറയാം. പിന്നെ ആശയപരമായിട്ട് സവിശേഷത പറയാം. ആ യെസ്, അങ്ങനെ പറയാം. ആശയപരമായിട്ട് എന്താ പറഞ്ഞത് വിനീത? സംഭവങ്ങളെക്കാളും ആശയപരമായിട്ടുള്ള പ്രത്യേകതയല്ലേ പറയുന്നത്? നമ്മളൊരു കാര്യം പറയുമ്പോ അതിന്റെ കോൺസെപ്റ്റ് ബേസിൽ പറയും. അതായത് അമൂർത്തീകരണം എന്ന് പറയുമ്പോ ഒരു ചെറിയ കാര്യമായിരിക്കും, പക്ഷെ അതിന്റെ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അല്ലെങ്കിൽ ഇതിന് വളരെ അർത്ഥവത്തായിട്ടൊക്കെ പറയാന്ന് കേട്ടിട്ടില്ലേ? നമ്മള് മീനിങ്ഫുൾ ആയിട്ടുള്ള ടേംസ് ഉപയോഗിച്ച് പറയാന്ന് കേട്ടിട്ടില്ലേ? അതായത് അർത്ഥം അറിഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ അതിന് പിന്നിലുള്ള ഒരു കാര്യം. ഇപ്പൊ നമ്മൾ ചില കാര്യം കുട്ടികള് അല്ലെങ്കിൽ നമ്മൾ ചില ഒരു കോൺസെപ്റ്റ്, എന്തെങ്കിലും കോൺസെപ്റ്റ് ഇപ്പോ പ്രകൃതിയെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റെന്ത് കാര്യങ്ങൾ അറിഞ്ഞോട്ടെ, നമ്മൾ അർത്ഥം അറിഞ്ഞ് മനസ്സിലാക്കാം. അബ്സ്ട്രാക്ട് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് പ്രത്യേകമായ ഐഡിയാസ് വെച്ചിട്ട് കുറച്ച് വ്യത്യസ്തമാണ്. സാധാരണ നമ്മൾ ചിന്തിക്കുന്നതിലും കുറച്ചുകൂടി ഐഡിയാസുകളിൽ വ്യത്യാസമുണ്ട്. അതായത് ഒരു സിറ്റുവേഷൻ കോംപ്ലക്സ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിക്കോട്ടെ, അവിടെ നല്ല രീതിയിലുള്ള ഐഡിയാസ് ഇമോഷൻസ് ഒക്കെ കൊണ്ടുവന്ന് നമ്മൾ ആ ഒരു സിറ്റുവേഷനെ മറികടക്കാനായിട്ട് നോക്കും. ഇത് നമ്മൾ പഠിച്ചത് എവിടെയാണ്? ഡിഫൻസ് മെക്കാനിസം ഒക്കെ പറഞ്ഞ സമയത്ത് ഇങ്ങനെ ഒരു ടേമിനെ കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതായത് ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷന് വളരെ നമ്മൾ എന്താ പറയാ, നല്ല രീതിയിലുള്ള ആശയങ്ങളൊക്കെ വിചാരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ നല്ലൊരു വളരെ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ നമ്മൾ അർത്ഥം അറിഞ്ഞ് മനസ്സിലാക്കും. എന്താണ് ഇത്രയും പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റിയിലേക്ക് പോകാനുള്ള ഒരു ടെൻഡൻസി എല്ലാ മനുഷ്യരിലുണ്ട്. ഓക്കെ, ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ നമുക്കൊരു ഏറ്റവും കോംപ്ലക്സ് ആയിട്ടുള്ള സിറ്റുവേഷൻ വന്നെന്ന് വിചാരിക്കും. നമ്മൾ കുറച്ചു നേരത്തെ കുറിച്ച് സ്റ്റക്ക് ആയി പോകും അല്ലെ? അതെന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്നുള്ളത് നമുക്കൊരു ധാരണയും കിട്ടില്ല. പക്ഷെ ചില ഒരു സമയത്ത് എന്താണ്, നമുക്ക് എന്തെങ്കിലും ഒരു കുറച്ചൊരു മൊമെന്റ് കഴിയുന്ന സമയത്ത് നമുക്ക് സോൾവ് ചെയ്യാനുള്ള ഒരു എന്തെങ്കിലും ഒരു സൊല്യൂഷൻ വരും അല്ലെ? അതെങ്ങനെയാ വരുന്നത്? അതെങ്ങനെ വരുന്നത്? പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള സ്കില്ല് നമുക്ക് എങ്ങനെ വരുന്നു? എങ്ങനെ വരുന്നു പിള്ളേരെ? ഒന്നും വരില്ല ടീച്ചറെ, ഞാൻ ആലോചിച്ചുണ്ടാക്കിയാ ആണോ? ഒരു പ്രശ്നവും നിങ്ങൾക്ക് ഉണ്ടാവാറില്ല, നിങ്ങൾ ഒരു പ്രശ്നവും സോൾവ് ചെയ്യാറില്ല അല്ലെ? ഐഡിയാസ് വരില്ലേ നിങ്ങൾക്ക്? ഐഡിയാസ്, ഒരു കാര്യം സോൾവ് ചെയ്യാനുള്ള ഒരു പവർ വരില്ലേ നിങ്ങൾക്ക്? ഒരു പ്രശ്നം ഉണ്ടായി സോൾവ് ചെയ്യാനുള്ള കപ്പാസിറ്റി വരും. നോർമലി നമുക്കത് ഉണ്ടാകുന്ന ഒരു ടെൻഡൻസിയാണ്, ഒരു പ്രവണതയാണ്. അതായത് നല്ല നല്ല ആശയങ്ങൾ, അത് നല്ല ഐഡിയാസ് സോൾവ് ചെയ്യാനുണ്ട്. പ്രശ്നം ഉണ്ട്, ആ പ്രശ്നം എങ്ങനെ സോൾവ് ചെയ്യും? സൊല്യൂഷൻ ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാൻ പറ്റും. സൊല്യൂഷൻ തെളിയാറില്ലേ നിങ്ങൾക്ക്? സൊല്യൂഷൻ തെളിയില്ലേ? സൊല്യൂഷൻ തെളിയില്ലേ? സൊല്യൂഷൻ തെളിഞ്ഞില്ലെങ്കിൽ മനുഷ്യർ ഇത്രയും നാളെ ജീവിച്ചിരിക്കും, എന്തെങ്കിലും പ്രശ്നങ്ങളായിട്ട് പോകൂലേ? നമുക്ക് സൊല്യൂഷൻ ഉണ്ടാവും. അബ്സ്ട്രാക്ട് ആയിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റും. അതായത് ആശയങ്ങൾ മനസ്സിലാക്കി, അല്ലെങ്കിൽ എന്താ പറയാ, അർത്ഥപൂർണമായിട്ടൊരു കാര്യത്തെ മനസ്സിലാക്കണം. ഒരു പ്രശ്നം ഉണ്ടായി, അപ്പൊ ഇന്ന വശങ്ങളിലൂടെ ആലോചിക്കുമ്പോ അത് അങ്ങനെ മറികടക്കണം. സോൾവ് ചെയ്യാനുള്ള കപ്പാസിറ്റി സ്വമേധയാ നമുക്ക് രൂപപ്പെടും. ഓക്കെ, അതൊരു പ്രവണതയാണ്. അത് കാണിച്ചൊന്നും തരാൻ പറ്റില്ല, എനിക്ക് കാണിച്ചു തരാൻ പറ്റില്ല, പറഞ്ഞു തരാനേ പറ്റുള്ളൂ. ഓക്കെ, അങ്ങനെ ചിന്തിക്കാം. അതായത് അർത്ഥവത്തായിട്ട് ചിന്തിക്കാൻ കഴിയുന്ന, അബ്സ്ട്രാക്റ്റിലായിട്ട് നമുക്ക് മൂർത്തമായിട്ടൊരു കാര്യത്തിൽ ചിന്തിക്കാൻ കഴിയുന്ന ഒരു ടെൻഡൻസീസ് ആർക്കുണ്ട്? നമ്മൾ മനുഷ്യർക്കുണ്ട്. പ്രത്യേകിച്ച് ചില മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസിൽ, അല്ലെങ്കിൽ എന്താ പറയുക, കോൺസെപ്റ്റ് ആശയ രൂപീകരണം, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ മറന്നു ഇതൊക്കെ. കോൺസെപ്റ്റ് ഫോർമേഷൻ, മെന്റൽ ഏരിയാസ് ഒക്കെ പഠിച്ചു നോക്കുന്നുണ്ടോ? അബ്സ്ട്രാക്ട് ടേംസുകളെ കുട്ടികളെ സ്പെസിഫൈ ചെയ്ത് തിരിച്ചറിയാം. അബ്സ്ട്രാക്ട് ആയിട്ട് അവർക്ക് ചിന്തിക്കാൻ സാധിക്കുന്നു.
യുക്തിപൂർണമായിട്ടും അമൂർത്തീകരണമായിട്ടും കുഞ്ഞുങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്നതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് പണ്ട് പാർട്ട് 2 ഓക്കെ. അറിഞ്ഞുകൂടെങ്കിൽ പിന്നെ മിണ്ടൂല, അതാണ് നല്ല കുട്ടികള്. നിങ്ങളുടെ ഏറ്റവും നല്ലൊരു ടെൻഡൻസിയാണ് അറിയില്ലെങ്കിൽ പിന്നെ മിണ്ടൂല അല്ലെ. അറിയില്ലെങ്കിൽ സംസാരിക്കില്ല. പിന്നെ എത്രത്തോളം അത് എങ്ങനെയെങ്കിലും പറയാന്നുള്ള ഒരു കൺവിൻസ് ചെയ്യിപ്പിക്കാനൊന്നും നോക്കില്ല. അറിയില്ലെങ്കിൽ പിന്നെ വാ തുറക്കൂല. അതായത് അതേപോലെ ജിസ്മോൾ ഇടുന്ന പോലെ ചെറിയ സ്മൈലി ഒക്കെ ഇട്ട് കളിപ്പിക്കും. അബ്സ്ട്രാക്ഷൻ എന്താണെന്ന് നമ്മളിത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. വ്യക്തമാക്കി തരാൻ കുറച്ചുണ്ട് കേട്ടോ. ഓക്കെ. ഇനി ഈ എല്ലാ ടേംസും ഓരോ പ്രവണതകളും ഓരോന്നായിട്ട് കണക്റ്റഡ് ആണ്. നിങ്ങൾ നോക്കി ഓരോ ടേംസും ഓരോ കണക്റ്റഡ് ആയിട്ടായിരിക്കുള്ളൂ വരുന്നത്. ക്യൂരിയോസിറ്റി എന്താണ്? ക്യൂരിയോസിറ്റി ആകാംക്ഷ, ജിജ്ഞാസ എന്നൊക്കെ പറയാം. അതെല്ലാവരിലും എല്ലാ കുട്ടികളിലില്ലേ? കുട്ടികൾക്ക് ക്യൂരിയോസിറ്റി ഉണ്ട്. എങ്ങനെ നമ്മൾ തിരിച്ചറിയും? കുട്ടികളിൽ ക്യൂരിയോസിറ്റി ഉണ്ട് എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? അവരതിനെ കുറിച്ച് നമ്മളോട് ചോദിക്കും, അതെന്താണ് ഇതെന്താണ് എന്നൊക്കെ. അങ്ങനെ മനസ്സിലാക്കും. അത് ചോദിച്ചപ്പോഴാണ് ജിസ്മോളിന് മനസ്സിലായ കുട്ടിക്ക് ക്യൂരിയോസിറ്റി ഉണ്ട്. ഇനി കുട്ടി ചോദിക്കുന്നില്ലെങ്കിൽ നമ്മൾ അതെങ്ങനെ തിരിച്ചറിയും? കുട്ടിക്ക് ക്യൂരിയോസിറ്റി ഉണ്ട് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? അവരുടെ എക്സ്പ്രഷനിൽ മനസ്സിലാക്കും. ബിഹേവിയർ നിന്ന് മനസ്സിലാക്കും. മാനറിസത്തിൽ വ്യത്യാസം വരും. അല്ലെങ്കിൽ ഏതെങ്കിലും ഇമോഷൻസ് അവരുടെ ഫേസിൽ മാറുന്നുണ്ടാവും. ശരീരം മൊത്തം ബോഡി ലാംഗ്വേജസിൽ മനസ്സിലാവുന്നവർക്ക്. അതിപ്പോ ടെൻഷൻ ആയാലും ക്യൂരിയോസിറ്റി ആയാലും എന്ത് വികാരങ്ങളും നമ്മളുടെ ഫിസിക്കൽ ഫീച്ചറും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പ്രത്യേകിച്ച് നിങ്ങൾ മോണ്ടിസോറി കുട്ടികളെ പഠിക്കുന്ന സമയത്ത് എന്താണ് അവരുടെ ഫിസിക്കൽ ഫീച്ചേഴ്സിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് അല്ലെങ്കിൽ ഫേസിൽ ഉണ്ടാവുന്ന ഇമോഷൻസിനെയൊക്കെ നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പൊ കുട്ടി പറഞ്ഞില്ലെങ്കിലും അവിടെ അതിനെ കുറിച്ച് അറിയാൻ ഒരു ടെൻഡൻസി ഉണ്ട് അല്ലെങ്കിൽ ക്യൂരിയോസിറ്റി ജിജ്ഞാസ ഉണ്ടെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കണം. ഓക്കെ. അപ്പൊ കുട്ടികൾ മുതൽ നമ്മൾക്ക് വരെ എന്തുണ്ട്? ക്യൂരിയോസിറ്റി ഉണ്ട് അല്ലെ. കുഞ്ഞുങ്ങളിലാണെന്ന് നമ്മൾ ആദ്യം കണ്ടുപിടിച്ചിരിക്കുന്നത്. പക്ഷെ വലുതാവുന്നതിനനുസരിച്ച് ഈ ഒരു ടെൻഡൻസി മാറുന്നുണ്ടോ? ക്യൂരിയോസിറ്റി മാറുന്നുണ്ടോ? ഓക്കെ. യെസ്. ഇപ്പോ കുറെ വയസ്സായ ഒരു അപ്പൂപ്പൻ 10, 80, 90 വയസ്സായ ആൾക്ക് എന്തുണ്ട്? ക്യൂരിയോസിറ്റി ഉണ്ട് അല്ലേ? ആ ഒരു വികാരം എല്ലാവരിലുള്ള ഒരു ടെൻഡൻസി തന്നെയാണ്. യെസ്. നമ്മളോട് ചോദിക്കും തിരിച്ചവരെ, എന്താണ് അത് അങ്ങനെ പറ്റിയത്? എന്താണ് ഇങ്ങനെ? അത് ഞാനത് കണ്ടു, എനിക്ക് വ്യക്തമായില്ല, അതൊന്ന് പറഞ്ഞു തരുമോ? മനസ്സിലായില്ല. പിന്നെയും സംശയങ്ങൾ ചോദിക്കുന്നുള്ളൂ വയസ്സായ ആൾക്കാരെ. സെയിം കുട്ടികൾ എങ്ങനെയാണ്? ചോദിച്ചറിയാനാണെങ്കിൽ കുട്ടികളും അതേപോലെ തന്നെ സംശയങ്ങൾ ചോദിക്കും. പ്രായമാകുന്നതോടും കുഞ്ഞുങ്ങളായി മാറുന്നതാണ് പറയുന്നത് അല്ലെ. അപ്പൊ ഇത്തരത്തിലുള്ള പ്രവണതകൾ ഒരിക്കലും നമ്മളിൽ നിന്ന് വിട്ടുപോകുന്നില്ല. അടുത്തത് കാൽക്കുലേഷൻ. കാൽക്കുലേഷൻ എന്താണ്? കണക്ക് കൂട്ടൽ. അതൊരു ടെൻഡൻസി ആണോ നമ്മുടെ? കാൽക്കുലേഷൻസ് നമ്മൾ എങ്ങനെയൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാറുണ്ട്? എന്തിനെയൊക്കെ കുറിച്ച് കാൽക്കുലേറ്റ് ചെയ്യാറുണ്ട്? എക്സാം പ്രിപ്പറേഷൻ ചെയ്യാറുണ്ട്, അത് കാൽക്കുലേഷൻ ചെയ്യും. ലൈഫില് മക്കൾക്ക് എല്ലാം കാൽക്കുലേഷൻ ചെയ്യും. എന്താണ്? കേട്ടില്ല. ഒരു മാരേജ് ഫംഗ്ഷൻ വരികയാണെങ്കിൽ അതിന് കാൽക്കുലേഷൻ ചെയ്യാറുണ്ട്. എന്തൊക്കെ പരിപാടികൾ നടത്തണം, ഏതൊക്കെ ആക്കണം, റിസപ്ഷൻ എവിടെ വെക്കണം, ഫുഡ് എന്തൊക്കെ തയ്യാറാക്കണം, അങ്ങനെ പല കാൽക്കുലേഷനും ചെയ്യാറുണ്ട്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ഒരു ടെൻഡൻസി എങ്ങനെയുണ്ടെന്ന് മോണ്ടിസോറി എങ്ങനെ കണ്ടുപിടിച്ചു? അവര് സംഖ്യകളൊക്കെ എണ്ണാന്, കാൽക്കുലേറ്റ് ചെയ്യാനൊക്കെ. എന്താണ് ജിസ്മോൾ എന്താ പറഞ്ഞത്? ഓർക്ക് പറയൂ. സംഖ്യകളൊക്കെ എണ്ണാന് അതിനൊക്കെ താല്പര്യം കൂടുതലായിരിക്കും. അത് ഇനി എന്തെങ്കിലും വസ്തുവിലായാലൊക്കെ അതൊക്കെ എണ്ണി തിട്ടപ്പെടുത്താനൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും അവർക്ക്. ഇപ്പൊ പൂക്കളെ കണ്ടതിന് ശേഷം കുട്ടികള് അത് നോക്കിയിട്ട് ഇപ്പൊ 5 പൂക്കൾ ഉണ്ടാവും അതില് അല്ലെ. ഒരു ഫ്ലവറിന് ഒരു ചെടി പ്ലാന്റ് കാണിച്ചത് അതിൽ 5 ഫ്ലവേഴ്സ് ഉണ്ട്. ഇപ്പൊ ഞങ്ങളെ വീട്ടിലൊക്കെ എന്തെങ്കിലും ഫംഗ്ഷൻ വരികയാണെങ്കിൽ കുട്ടികള് ഓരോരുത്തരെ പോയി 1, 2, 3, 4 എന്ന് പറഞ്ഞിട്ട് എണ്ണ എടുക്കുന്നതാണ്. മിക്സ്ഡ് ആയിട്ട് കുറെ ഫ്ലവേഴ്സ്, യെല്ലോ, ഗ്രീൻ, അങ്ങനെ കുറെ ഫ്ലവേഴ്സ് കൊടുത്തിട്ട് കുട്ടികൾ വേണമെങ്കിൽ സെപ്പറേറ്റ് ചെയ്ത് വെക്കാനും അങ്ങനെ, എന്നിട്ട് എണ്ണീറ്റ് എത്ര ഉണ്ട് എന്ന് കാൽക്കുലേറ്റ് ചെയ്യാനൊക്കെ പറ്റും. പിന്നെ അവരുടെ ഫിസിക്കൽ ഫീച്ചറിൽ അവരൊരു കാര്യം എണ്ണാറുണ്ട്. അതെന്ത് സാധനമാണെന്ന് അറിയാമോ?
ഫിംഗേഴ്സ് എന്താ മിസ്? ഫിംഗേഴ്സ് അല്ലേ? വിരലുകളാണ് അവർ ആദ്യം ഉപയോഗിച്ചു തുടങ്ങിയത് അല്ലെ? നമ്മളാണെങ്കിൽ കുഞ്ഞിലവർക്ക് വിരലല്ലേ കാണിച്ചു കൊടുത്തിരുന്നത്. അതെ. ചെയ്യാനായിട്ട് 1, 2 പിന്നീട് അങ്ങോട്ട് അവർ ആ മൂവ്മെന്റ്സ് വെച്ച് പിന്നെ അത് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങളിങ്ങനെ എണ്ണുന്നത് കാണാം. ചില കുട്ടികൾ കാലിലെ വിരലുകൾ വരെ ഉണ്ടാവും. ഓക്കെ, അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി, ആ ഒരു ടെൻഡൻസി കൂടി മനുഷ്യരിൽ ഉണ്ട് എന്ന് മോണ്ടിസോറിയുടെ ഒരുപാട് വർഷത്തെ ഒബ്സർവേഷനിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചു. അടുത്തൊരു ടെൻഡൻസിയാണ് എന്താ? 8-1 കമ്മ്യൂണിക്കേഷൻ. ഇവിടെ തെറ്റാണ്, റെപ്പിറ്റേഷൻ അല്ല, കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ എങ്ങനെ പറയാം? ആശയവിനിമയം. കുട്ടികള് പരസ്പരം എന്തെങ്കിലും കാര്യങ്ങൾ മോണ്ടിസോറി മോണ്ടിസോറി വാച്ച് ചെയ്ത സമയത്ത് ഒരു കുട്ടി ഒറ്റയ്ക്ക് സംസാരിക്കുന്നില്ല, പക്ഷെ ചില കുട്ടികൾ ഒറ്റയ്ക്ക് സംസാരിക്കുന്നുണ്ട്. പല കുട്ടികളും പരസ്പരം സംസാരിച്ചു തുടങ്ങി അല്ലെ? പരസ്പരം സംസാരിക്കുന്നുണ്ട്, പല തിങ്സും അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നു, പലതിനെയും കുറിച്ചിട്ട് ചൂണ്ടിക്കാണിക്കാൻ തുടങ്ങുന്നു. അവര് തമ്മില് എന്തോ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുന്നത് അവർക്ക് മനസ്സിലായി അല്ലെ? പരസ്പരം ഇപ്പൊ എന്താ മനസ്സിലാവും? കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അവർ തമ്മിൽ പരസ്പരം അവരുടെ തിങ്സിനെ കുറിച്ച് മറ്റു കാര്യങ്ങളെ കുറിച്ചിട്ട് എന്താണ് കുഞ്ഞുങ്ങൾ സംസാരിക്കുന്നുണ്ടെന്ന് അവർക്ക് ഒബ്സർവേഷനിലൂടെ മനസ്സിലായി. അപ്പൊ കുട്ടികളിൽ എന്താണ് നല്ല രീതിയിലൊരു ആശയവിനിമയം, കമ്മ്യൂണിക്കേഷൻ പവർ കപ്പാസിറ്റി. കുട്ടികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചാൽ നല്ല ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഒക്കെ കുട്ടികളിൽ ഉണ്ടാവും. യെസ്, വെരി ഗുഡ്. അതാണ്. അപ്പൊ അത് ഒബ്സർവേഷനിലൂടെയാണ് അവർ ആദ്യം കണ്ടുപിടിച്ചത് അല്ലെ? പരസ്പരം കുട്ടികൾ പരസ്പരം രണ്ടുപേര് മാത്രമല്ല, പിന്നെ അത് കൂട്ടായിട്ട് സംസാരിക്കാൻ ആ കൂട്ടത്തിൽ 1-2 പേര് മാത്രമല്ല, 5 10 കുറെ പേര് ഹോൾ ക്ലാസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും അല്ലെ? ഹോൾ ക്ലാസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ ക്ലാസ്സിലെ കുട്ടികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് ആശയവിനിമയം നടത്താണ് അല്ലെ? അത് നമ്മളുടെ ഒരു ടെൻഡൻസിയാണ്, പ്രവണതയാണ്. മനുഷ്യന്റെ ഏറ്റവും നല്ലൊരു പ്രവണതയാണ് ശരിക്കും പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ കപ്പാസിറ്റി ഉള്ളത് അല്ലെ? ഓക്കെ, അടുത്തത് എന്താണ്? കോൺസെൻട്രേഷൻ. കോൺസെൻട്രേഷൻ കോൺസെൻട്രേഷൻ നല്ല ശ്രദ്ധയായിരിക്കും കുട്ടികളില്. അറ്റൻഷൻ അല്ലെ? മോണ്ടിസോറി ആയിട്ട് നിങ്ങളൊന്ന് വിചാരിച്ചു, മോണ്ടിസോറിയിൽ എങ്ങനെ കുട്ടികളിൽ കോൺസെൻട്രേഷൻ ഉണ്ടെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടാവും? അവരെന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യുകയാണെങ്കിൽ അത് തീരുന്ന വരെ ആ ശ്രദ്ധയോടെ വേറെ ഒന്നിക്കും പോവാതെ അത് കഴിയണ വരെ അത് നല്ല കെയർഫുൾ ആയിട്ട് അവർ ഇതാക്കും, പൂർത്തീകരിക്കും. അത് ഒരു ആക്ടിവിറ്റി കൊടുത്ത സമയത്ത് ഓക്കെ. അല്ലാത്ത പക്ഷം കുട്ടികൾ ആക്ടിവിറ്റിയിൽ മാത്രമാണോ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്? അല്ല. അല്ല അല്ലെ? ഇപ്പൊ ക്ലാസ് റൂമില് അല്ലെങ്കിൽ ചുറ്റുപാടുകളിലോ അല്ലെങ്കിൽ വസ്തുക്കള് അല്ലെങ്കിൽ എന്താ പറയാ ഒരു പ്രോപ്പർട്ടി എടുത്തിട്ട് വേറൊരു കുട്ടി കളിക്കുന്ന സമയത്ത് ആ പ്രോപ്പർട്ടി കിട്ടാൻ വേണ്ടിട്ട് ഈ കുട്ടി സെൽഫ് കൺട്രോളോടുകൂടി അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിട്ട് അത് കിട്ടുന്നവരെ, അതാണോ ഉദ്ദേശിച്ചത്? അങ്ങനെയല്ല. ഇപ്പൊ ക്ലാസ്സിൽ കൊടുക്കുന്ന ആക്ടിവിറ്റി മാത്രമല്ല കുട്ടി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, അല്ലാതെ ക്ലാസ് റൂം റിലേറ്റഡ് ആയിട്ടുള്ള പല തിങ്സ് ഇപ്പൊ ടീച്ചർ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, പക്ഷെ എന്തെങ്കിലും ഇപ്പൊ എന്താ പറയാ ക്ലാസ് റൂമിൽ ഒരു പ്ലാന്റ് വെച്ചിട്ടുണ്ടായിരിക്കാം, ആ പ്ലാന്റിൽ ഉണ്ടാവുന്ന വ്യത്യാസങ്ങൾ അവൻ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടാവും. ആ പ്ലാന്റിൽ എന്തുണ്ടാവും? പ്ലാന്റ് ചെറിയൊരു പ്ലാന്റ് ആണ് ടീച്ചർ ക്ലാസ്സിൽ കൊണ്ടുവന്ന സമയത്ത് ടീച്ചർ ഒബ്സർവ് ചെയ്യും, പ്ലാന്റ് നോക്കുന്നുണ്ട് കുട്ടി. അതിനുശേഷം എന്താണ്, പിന്നെ എല്ലാ ദിവസവും പ്ലാന്റിനെ അവൻ ശ്രദ്ധിക്കുന്നുണ്ട്, പ്ലാന്റിന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു, നല്ല രീതിയിൽ പരിപാലിക്കുന്നു, എല്ലാ ദിവസവും അതിനെ വാച്ച് ചെയ്യുന്നുണ്ട്. അതിനൊരു പൂവ് ഉണ്ടാവുന്ന വരെ കുട്ടി അതിൽ പ്രത്യേകമായ ശ്രദ്ധ കൊടുക്കുകയാണ്. ഓക്കെ, ഇത് ആരാണ് ഒബ്സർവ് ചെയ്തിട്ടുള്ളത്? മോണ്ടിസോറി അങ്ങനെ ഒബ്സർവ് ചെയ്തിട്ടില്ല. അങ്ങനെ പല കാര്യങ്ങളും ഒരു പ്ലാന്റിൽ മാത്രമല്ല ക്ലാസ് റിലേറ്റഡ് ആയിട്ടും എൻവയോൺമെന്റ് റിലേറ്റഡ് ആയിട്ടും കുട്ടികൾ ശ്രദ്ധിക്കുന്ന പല കാര്യങ്ങളും. ചില കുഞ്ഞുങ്ങള് കാറ്റിനെ ശ്രദ്ധിക്കുന്നവരുണ്ട്, കാറ്റിന് പല വേരിയേഷൻസ് അറിയുന്നവരുണ്ട്. അതായത് വിൻഡില്ലേ, നമ്മളുടെ വിൻഡ്, കാറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് പോലും ഉണ്ടാവില്ല, പക്ഷെ അത് വളരെ ചെറിയ തിങ്ങാണെങ്കിൽ എന്താണ്, കാറ്റിന് പലതരത്തിലുള്ള വൈബ്രേഷൻസ് ഉണ്ട്. എങ്ങനെയൊക്കെയാണ്? ഇളം 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 രീതിയിൽ, അതായത് വളരെ സോഫ്റ്റ് ആയിട്ട് കാറ്റ് വീശാറുണ്ട് അല്ലെ? നമ്മുടെ ഫേസിൽ തട്ടുന്നത് നമുക്ക് അറിയാൻ പറ്റും കാറ്റ് വീശുമ്പോ. അങ്ങനെയല്ലേ നമ്മൾ കാറ്റ് തിരിച്ചറിയുന്നത്? നമുക്കത് ഫീൽ ചെയ്യല്ലേ? ഓക്കെ, നല്ല ഉച്ചത്തില് സൗണ്ടോട് കൂടി വരാറുണ്ട്, ശബ്ദത്തോടുള്ളത് ഉണ്ടാവാറുണ്ട്. പിന്നെന്താണ്,
ഡസ്റ്റ് പാർട്ടിക്കിൾസ് പൊട്ടിപ്പടലങ്ങളോടുകൂടിയ കാറ്റുകൾ ഉണ്ടാവാറുണ്ട്. അങ്ങനെ ചില സബ്ജക്റ്റുകളെ കുറിച്ച് കുട്ടികൾ കൃത്യമായിട്ട് വാച്ച് ചെയ്തിരുന്നു. ഇതിപ്പോ കാറ്റ് എന്ന് പറയുന്നത് ചെറിയൊരു കാര്യം, പക്ഷെ പിന്നെ അത് നോട്ട് ചെയ്തു. അതേപോലെ തുമ്പി, ബട്ടർഫ്ലൈസ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബട്ടർഫ്ലൈസ് ഉണ്ട് അല്ലെ, നമുക്ക് പലതരത്തിലുണ്ട്. അപ്പൊ കുട്ടി വാച്ച് ചെയ്തിട്ട് ടീച്ചറിനോട് പറയാണ്, ഇന്നലെ ഞാൻ കണ്ടത് ബ്ലൂ ബട്ടർഫ്ലൈസ് ആണ്, കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ ഞാൻ യെല്ലോ കളറുള്ള ബട്ടർഫ്ലൈസിനെ കണ്ടു, യെല്ലോ ബ്ലൂ ഉള്ള ബട്ടർഫ്ലൈസിനെ കണ്ടു. പിന്നെ അങ്ങനെ ബട്ടർഫ്ലൈയുടെ വേരിയേഷൻസ് കുട്ടി പറയണം. അപ്പൊ കുട്ടി ഇവിടെ എന്തിനാണ് ശ്രദ്ധിക്കുന്നത്? ബട്ടർഫ്ലൈസിലെ തുമ്പികളെയാണ് ശ്രദ്ധിച്ചത് അല്ലെ. അതിൽ വെറുതെ തുമ്പിനെ മാത്രമാണോ ശ്രദ്ധിച്ചത് കുട്ടി? കളർ വേരിയേഷൻസ് ശ്രദ്ധിച്ചു അല്ലെ. കളർ വേരിയേഷൻസ് യെല്ലോ, ബ്ലൂ, പിന്നെ അതിലുള്ള ബാക്കി ഫീച്ചേഴ്സ് ഒക്കെ കുഞ്ഞ് ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് കുഞ്ഞുകുട്ടികളെ സംബന്ധിക്കുമ്പോൾ ഒരു കളർ ആയിരിക്കും അല്ലെ നോക്കുന്നത്, പെട്ടെന്ന് കളർ ആയിരിക്കും ക്യാച്ച് ചെയ്യുന്നത്. ഓക്കെ, അതേപോലെ തുമ്പി, കാറ്റ്, നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങൾ കുഞ്ഞുങ്ങളെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, യെസ്, മനസ്സിലായോ? അതാണ് കോൺസെൻട്രേഷൻ. അത് ഇത്തരം ഒബ്സർവേഷൻ മോണ്ടിസോറി നടത്തിയിരുന്നത് ഇതേപോലെയുള്ള പല പഠനങ്ങളിലൂടെ ഒബ്സർവേഷനിലൂടെയാണ് ആ ഒരു ടെൻഡൻസി കുട്ടികൾക്ക് എന്തെന്നാണ് കണ്ടുപിടിച്ചത്. അടുത്തത് സെൽഫ് കൺട്രോൾ. വാട്ട് ഈസ് സെൽഫ് കൺട്രോൾ? ആത്മനിയന്ത്രണം. സ്വയം നിയന്ത്രിക്കാൻ കഴിയും. ആത്മനിയന്ത്രണം. ഓക്കെ, പിന്നെ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. നിങ്ങൾ ടീച്ചർ ആയിക്കൊണ്ടിരിക്കുന്ന ആളല്ലേ, പകുതിമുക്കാലും ആയി, കംപ്ലീറ്റഡ് ആവാറായി അല്ലെ. അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് വേർഡ്സുകളില്ലേ, കോമൺലി ഉപയോഗിക്കുന്ന വേർഡ്സ് ഉണ്ടാവാം. പക്ഷെ ഒരു കാരണവശാലും നമ്മൾ സ്കൂളുകളിലോ കുട്ടികളിലോ ആ ഒരു ലാംഗ്വേജിലോ അല്ലെങ്കിൽ ആ വേർഡ്സിലോ സംസാരിക്കും കേട്ടോ. അപ്പൊ നമ്മൾ അത് തെറ്റ് പറഞ്ഞു കൊടുക്കണം. ഒരിക്കലും കുഞ്ഞുങ്ങൾക്ക് തെറ്റ് പറഞ്ഞു കൊടുക്കരുത്. ആ വേർഡിന്റെ കറക്റ്റ് മീനിങ് എന്താണോ, അല്ലെങ്കിൽ കറക്റ്റ് അതിന്, ഇപ്പൊ നമ്മൾ അബ്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞില്ലേ, അമൂർത്തീകരണം, അതൊരു വേർഡാണ്. അത് ടീച്ചറിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആ ഒരു വേർഡാണ് സൂചിപ്പിക്കുന്നത്. നമ്മുടെ ലാംഗ്വേജിന്റെ ഒരു ബേസിക് ആണ് ശരിക്കും പറഞ്ഞത്. ആ വേർഡ്സ് തന്നെ വിളിയല്ലാതെ അതിനൊരു നോർമൽ ലാംഗ്വേജിലോ ലോക്കൽ ലാംഗ്വേജിലോ നമ്മളത് പറഞ്ഞ ക്ലാസ്സിൽ പറയുന്നത് ഇത്രയും പെട്ടെന്ന് ശ്രദ്ധിക്കണം കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ചിലപ്പോ ആദ്യം ഇത് വന്നു പോകും, ചിലപ്പോ ക്ലാസ് എടുക്കുന്ന സമയത്ത് നോർമൽ ലാംഗ്വേജിൽ സംസാരിച്ചു പോയി, ഞങ്ങൾക്ക് പറ്റാറുണ്ട് അങ്ങനെ. പക്ഷെ ഒരിക്കലും നിങ്ങൾ ക്ലാസ് റൂമിനകത്തത് ഒരിക്കലും ഉപയോഗിക്കരുത്. എത്ര അറിയില്ലാത്ത വേർഡ്സ് ഉണ്ടല്ലോ ഒന്ന് നോക്കാം, ഒന്ന് നോക്കിയിട്ട് വേണം ഒന്ന് പറയാനായിട്ട്. ഒരിക്കലും നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും കുട്ടികൾ ക്യാച്ച് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങളിൽ നിന്നൊരു മിസ്റ്റേക്ക് അവിടെ ഉണ്ടാവരുത്. അപ്പൊ അങ്ങനെയുള്ള ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും എന്താണ് അത് ശ്രദ്ധിക്കണം അല്ലെ. ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ എല്ലാ ഏരിയാസിലും നമ്മൾ മാക്സിമം പെർഫെക്ഷൻ കൊണ്ടുവരാൻ ശ്രമിക്കുക. എല്ലാവരും പെർഫെക്റ്റ് ആവാനല്ല പറയുന്നത്, പെർഫെക്റ്റഡ് ആക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നമ്മുടെ പേരിലുണ്ടാവും. ഓക്കെ, എല്ലാം പെർഫെക്റ്റഡ് ആയിട്ടുള്ള ആരുമില്ല അല്ലെ. പ്രത്യേകിച്ച് ലാംഗ്വേജ് ഒക്കെ സംസാരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കുട്ടികളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നല്ല ഭാഷയിലും നല്ല സ്ഫുടതയോടെയും അതേപോലെ തന്നെ ഉപയോഗിക്കുന്ന ലാംഗ്വേജിന്റെ ടോണില്ലേ വളരെ സ്വീറ്റ് ആക്കാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ ഭാഷാവേണ്ട സമയത്ത് ഒരിക്കലും മോശമായ വാക്കുകൾ പറയരുത്. അതൊക്കെ ഒന്ന് വളരെ ശ്രദ്ധിക്കണം കേട്ടോ. ക്ലാസ് എടുത്തൊക്കെ ഒന്ന് വേണമെങ്കിൽ വീട്ടിലിരുന്ന് നോക്കി പ്രിപ്പയർ ഒക്കെ ചെയ്തോളൂ. അങ്ങനെ എന്നൊരു അവസ്ഥ നമുക്ക് എന്തായാലും ഇവിടെ വന്നൊരു പ്രാക്ടീസ് ഡെമോൺസ്ട്രേഷൻ പറയാനുള്ള പറ്റില്ല. അപ്പൊ അങ്ങനെയൊക്കെ നിങ്ങൾ ഇത് പതിയെ ട്രെയിനിങ് ഒക്കെ ചെയ്ത് തുടങ്ങിക്കോളൂ കേട്ടോ. സ്കൂളിൽ ഇതുവരെ പോവാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ. ഓക്കെ, അപ്പൊ നമ്മുടെ ലാംഗ്വേജിൽ വ്യത്യാസം വരും, നമ്മുടെ ബോഡി ലാംഗ്വേജിന് ഒരു വ്യത്യാസം വരും. പറയുന്ന സംസാരത്തിൽ മാത്രമല്ല അല്ലാത്ത കാര്യങ്ങളിലും കുറെ നമ്മൾ മാറേണ്ടതുണ്ട്. ഓക്കെ, മനസ്സിലായോ പറഞ്ഞത്? മനസ്സിലായി. അവർക്ക് ബുദ്ധിമുട്ടൊന്നും അതിലുള്ള പറഞ്ഞു തരുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് മാർക്കോട്ടെ കുറച്ച് പറഞ്ഞു തരുന്നതാണ് കേട്ടോ. ഇനി സെൽഫ് കൺട്രോൾ നമ്മൾ പറഞ്ഞാൽ ആത്മനിയന്ത്രണം. അത് ആ വാക്ക് അങ്ങനെ തന്നെ പറയാം കേട്ടോ. ഓക്കെ, എന്താണ് സെൽഫ് കൺട്രോൾ? സെൽഫ് കൺട്രോൾ കുട്ടികൾ ഉണ്ടെന്ന് എങ്ങനെ മോണ്ടിസോറി തിരിച്ചറിഞ്ഞു? ഏത് സിറ്റുവേഷനിൽ മനസ്സിലാക്കിയിട്ടുണ്ടാവും? ഞാൻ അതിന് മുമ്പ് നിങ്ങളോട് മോണ്ടിസോറിനെ കുറിച്ച് പഠിച്ചിട്ടൊക്കെ വരാൻ പറഞ്ഞിട്ടുണ്ടായില്ലേ, പുസ്തകങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ വായിച്ചിരുന്നാണെങ്കിലോ? മോണ്ടിസോറി നിരീക്ഷിച്ചിട്ടുണ്ടാവും കുട്ടികളെ എങ്ങനെയൊക്കെയാണ് സെൽഫ് കൺട്രോൾ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുന്നുള്ളത്. അതായത് ഒരു ടീച്ചറിന്റെ പേരൻസിന് നമുക്ക് അറിയാൻ പറ്റിയത് അല്ലെ.
നിരീക്ഷിച്ചത് കൊണ്ട് തന്നെയാണ് ഇത് അറിയാൻ പറ്റുന്നത്. സെൽഫ് കൺട്രോൾഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് കൊടുത്തിട്ടുണ്ടാവും അല്ലെ? ഇപ്പൊ ഒരു കുട്ടിയുടെ ഒരു കുട്ടിയുടെ ഇരിക്കുന്ന എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ആ കുട്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ഒരു സാധനം ആ കുട്ടി ചെയ്ത് കഴിയുന്നിടം വരെ മറ്റൊരു കുട്ടി അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് സ്വയം കൺട്രോൾ ചെയ്ത് നിൽക്കുന്ന ഒരു അവസ്ഥ. ആ കുട്ടി തിരിച്ച് ആ പ്രോപ്പർട്ടീസ് അവിടെ കൊണ്ടുപോയി വെക്കുന്നത് വരെ സെൽഫ് കൺട്രോളിൽ ഇരുന്നിട്ട് അവിടെ വെക്കുമ്പോ വേഗം പോയി എടുക്കും. അതെ, ശരിയാണ്. അങ്ങനെ ആക്ടിവിറ്റി ബേസ്ഡ് കുട്ടികൾ സെൽഫ് കൺട്രോൾ ചെയ്യാറുണ്ട്. ഇമോഷൻ ബേസ്ഡ് കുട്ടികൾ സെൽഫ് കൺട്രോൾ ചെയ്യാറുണ്ടോ? ഇമോഷൻ വഴക്ക് കൂടുമ്പോ തിരിച്ചു കാട്ടാതിരിക്കാം. വഴക്ക് കൂടുമ്പോ തിരിച്ചു കാട്ടാതിരിക്കും. ഓക്കെ. ഇനി ക്ലാസ് മുറിയിൽ ഇരുന്നു കൊണ്ട് ചിലപ്പോ അമ്മയോ ചിലപ്പോ കരയാനുള്ള ഒരു ടെൻഡൻസി ഒരാണ് അല്ലെ? പക്ഷെ കരച്ചിൽ അടക്കി പിടിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങളെ കണ്ടിട്ടില്ല നിങ്ങള്? കരയില്ല. കണ്ണുകളിൽ നമുക്ക് പലതും വ്യക്തമാകും. കണ്ണിലെ വിഷമമുണ്ട്, മുഖത്ത് വിഷമമുണ്ട്, പക്ഷെ കരയാതിരിക്കും. അതൊക്കെ അവരൊരു കൺട്രോളിങ് ആണ് അല്ലെ? ഇനി കരയില്ല. ആ ഒരു സമയം വരെ നമ്മള് അത് മനസ്സിലാക്കിയിട്ടും ബിഹേവ് ചെയ്യണം കേട്ടോ. ചിലവർ ഇങ്ങനെ നമ്മുടെ മുഖത്ത് നോക്കി കണ്ണൊക്കെ നിറഞ്ഞിരുന്ന് നോക്കുന്ന കുഞ്ഞുങ്ങളുണ്ടാവും. അല്ലെങ്കിൽ അമ്മയോ പാരന്റ്സിനോ അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റു വിഷമങ്ങൾ ഉണ്ടാവുമ്പോൾ കരയാതിരിക്കുമ്പോൾ അവിടെ സെൽഫ് കൺട്രോൾ ആണ് കുഞ്ഞ് ചെയ്യുന്നത് അല്ലെ? അപ്പൊ അത് പറഞ്ഞു കൊടുത്തിട്ടൊന്നുമല്ല. കുട്ടിക്ക് അറിയാം ക്ലാസ് റൂം ആണ്, ടീച്ചേഴ്സിന്റെ കുട്ടികളുണ്ട്, ഞാനിവിടെ കരഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ മോശമാണ് എന്നൊരു തോന്നലുള്ള കുട്ടികളുണ്ട്. അപ്പൊ സെൽഫ് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ സങ്കടം വരുന്ന കുട്ടികൾ കൺട്രോൾ ചെയ്യും അല്ലെ? കരച്ചിലൊട്ടക്കി പിടിക്കാൻ പറ്റുന്നത് കുട്ടികള് എന്താ പറയാ, അതിൽ ദേഷ്യം കൺട്രോൾ ചെയ്യുന്ന കുഞ്ഞുങ്ങളുണ്ട്. ടീച്ചർ വരെ വന്നിട്ട് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും മറ്റേ കുട്ടിയോട് എത്രത്തോളം ദേഷ്യമാണെന്ന് മനസ്സിലാവും. പക്ഷെ അവനോടൊന്നും കാണിച്ചില്ല. ടീച്ചർ തന്നെയാണ് വന്നത്. ടീച്ചർ ഞാൻ ഒന്നും ചെയ്തില്ല എന്നിട്ട് അവൻ എന്നെ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്തെന്ന് ടീച്ചറിനോട് പറയാം. പക്ഷെ കുട്ടിയെ പോയി ഉപദ്രവിച്ചെങ്കിൽ എന്താണ്? അവനവിടെ സെൽഫ് കൺട്രോൾ ഇല്ല അല്ലെ? കുട്ടിയെ പോയി ഉപദ്രവിച്ചെന്നിരിക്കട്ടെ, ഉപദ്രവിച്ചു, മറ്റേ കൂട്ടുകാരനെ പോയി ഉപദ്രവിച്ച് അവിടെ സെൽഫ് കൺട്രോൾ ഉണ്ടോ? ഇല്ല. സെൽഫ് കൺട്രോൾ ഇല്ലാത്തതുകൊണ്ടാണ് ഉപദ്രവിച്ചത്. അതെ, അങ്ങനെ പല സിറ്റുവേഷൻസ്. അപ്പൊ പഠനത്തിൽ മാത്രമല്ല, ആക്ടിവിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ഇമോഷൻ ആയിട്ട് എന്താണെങ്കിലും എന്താണ് ഇതേപോലുള്ള ആക്ടിവിറ്റീസിലൂടെ അല്ലെങ്കിൽ ക്ലാസ് ഒബ്സർവേഷനിലൂടെയാണ് മോണ്ടിസോറി കുട്ടികളിൽ സെൽഫ് കൺട്രോൾ സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ടെൻഡൻസീസ് ഉണ്ടെന്ന് മനസ്സിലാക്കിയത്. ഇനി പെർഫെക്ഷൻ പൂർണ്ണത. പെർഫെക്ഷൻ എന്താണ്? പൂർണ്ണത. അത് നമുക്ക് ആക്ടിവിറ്റി ബേസ്ഡ് പറയാം അല്ലെ? ആക്ടിവിറ്റി കൊടുക്കുന്ന സ്ഥലത്ത് വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. ബിഹേവിയർ പെർഫെക്ഷൻ കാണിക്കുന്ന കുട്ടികളൊക്കെ വളരെ എന്താ പറയാ, കുട്ടികൾ ഭയങ്കര എന്നും വളരെ ഹാപ്പി ആയിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടാവും അല്ലെ? അതായത് ഹാപ്പി വെച്ചാൽ ഫുൾ ടൈം ഹാപ്പി എന്നല്ല പറയുന്നത്. അവൻ ഇമോഷൻസ് വരുന്ന സമയത്ത് പെർഫെക്റ്റ് ആയിട്ടാണ് അത് കാണിക്കും. വിഷമം വന്നാൽ വിഷമിക്കുകയും ചെയ്യും. അതേപോലെ തന്നെ എന്താണ് കറക്റ്റ് ആയിട്ട്, അതായത് നല്ല ഹാബിറ്റ്സ് ഒക്കെ കൊണ്ടുപോകുന്ന കുട്ടികളുണ്ട് അല്ലെ? നല്ല ഹാബിറ്റ്സ്, ഗുഡ് ഹാബിറ്റ്സ്. ക്ലാസ്സിൽ നമ്മൾ പഠിച്ച സമയത്തൊക്കെ ക്ലാസ്സിൽ ഒരു നല്ല കുട്ടി ഉണ്ടാവുമല്ലേ? നമ്മൾ പഠിച്ച ക്ലാസ്സിലൊക്കെ ക്ലാസ്സിൽ ഉണ്ടാവും നല്ലൊരു കുട്ടി. നമ്മളൊക്കെ അവനെ ആയിരിക്കും നോക്കുന്നത് അല്ലെ അവളെ ആയിരിക്കും നോക്കുന്നത്. അവർക്ക് എങ്ങനെയാണ് പഠിച്ചെടുക്കും അല്ലെ? അത് നല്ലോണം പഠിക്കും, കാണാനും നല്ല സുന്ദരിയാണ്. നമ്മളെ ഈ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടായിരുന്നു അങ്ങനെ നമ്മളെ ഈ കൂട്ടത്തിൽ ഉണ്ടോ ആരെങ്കിലും? അതായത് അന്നത്തെ പഠിച്ച നീ അതിൽ പഠിപ്പിക്കോ? നീ സുന്ദരിയാണ്, എല്ലായിടത്തും കൂട്ടുകൂടും, അപ്പൊ നീ എന്നാ കുട്ടിട്ടാ? വരും. എല്ലാത്തിലും പെർഫെക്ഷൻസ് കണ്ടെത്തുന്നത്. ഇപ്പൊ മെന്റൽ ഫിസിക്കൽ ബിഹേവിയറിൽ കാണിക്കുന്ന പെർഫെക്ഷൻ ഉണ്ട്, ആക്ടിവിറ്റീസിൽ കാണിക്കുന്ന പെർഫെക്ഷൻ ഉണ്ട്. അതൊക്കെ ഫിനിഷ്ഡ് ആയിട്ട് കൊടുക്കുന്ന ആക്ടിവിറ്റീസ് ഫിനിഷ്ഡ് ആക്കാൻ പറ്റുന്നത് അല്ലെ? വളരെ കൃത്യതയോടെയോ ബ്യൂട്ടിഫുൾ ആയിട്ട് അത് ചെയ്ത് തീർക്കാൻ പറ്റുന്നത്. ഓക്കെ, അതാണ് പൂർണ്ണമായിട്ട്. നമ്മളൊക്കെ പറയില്ലേ, ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മളത് പകുതിക്ക് വെക്കാനായിട്ട് ഒരിക്കലും ചെയ്തത് പൂർണ്ണമായിട്ട് ചെയ്യണം. ഒരു കാര്യം ചെയ്യാൻ തുടങ്ങി തിരിച്ചെങ്കിൽ പൂർണ്ണമായിട്ട് ചെയ്തിട്ടായിരിക്കും തിരിച്ചു വരേണ്ടതല്ലാതെ പകുതിക്ക് വിടരുത്. പെർഫെക്ഷൻ നമുക്ക് വിളിക്കാൻ പറ്റില്ല. പൂർണ്ണമായിട്ട് അത് അവിടെ ചെയ്ത് തീർക്കുന്നോ സക്സസ്സോ അതൊന്നുമല്ല. പൂർണ്ണത ഉണ്ടായിരിക്കണം ചെയ്യുന്ന കാര്യത്തിൽ. നമുക്കൊരു ഫിനിഷിംഗ് ഉണ്ടായിരിക്കണം. ഓക്കെ, യെസ്. ഇതൊന്നും അല്ലാണ്ട് ഇതിലൊക്കെ കുറെ എക്സ്പ്ലനേഷൻസ് വരുന്നുണ്ട്. ഇതൊന്നും പരിചയപ്പെടുത്താതെ പെട്ടെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ലെന്ന് ഓർത്തിട്ടാണ് ഇത് ഓരോന്ന് എടുത്ത് പറയുന്നത് കേട്ടോ. ഇനി ക്രിയേറ്റിവിറ്റി അറിയാലോ. ക്രിയേറ്റിവിറ്റി മീൻസ് സർഗാത്മകത. ഓക്കെ, അറിയാലോ. കുട്ടികൾ ആക്ടിവിറ്റി ബേസ്ഡ് ചെയ്ത് തന്നെയായിരിക്കും
ക്രിയേറ്റിവിറ്റി കണ്ടുപിടിച്ചിട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ കുട്ടികൾ സ്വമേധയ ഉണ്ടാക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ, കണ്ടുപിടിക്കുന്ന കാര്യങ്ങൾ, ആശയങ്ങളൊക്കെ എന്താണ് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല, ചിന്തിക്കുന്ന കാര്യങ്ങൾ എന്താണ് ക്രിയേറ്റിവിറ്റി ആയിട്ട് പറയാൻ കുട്ടികൾ സംസാരിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇൻഡിപെൻഡൻസ് ആണ് പറയുന്നത്. ഇൻഡിപെൻഡൻസ് ആണ് പറയുന്നത്. ഇൻഡിപെൻഡൻസ് എന്താണ്? സ്വാതന്ത്ര്യം. സ്വാതന്ത്ര്യം. സ്വയം ചെയ്യാനും ഒരു മെത്തേഡ് ഓഫ് ടീച്ചിങ്ങിൽ കുട്ടികൾക്ക് ഫുൾ സ്വാതന്ത്ര്യം ഉണ്ട്. എവിടെ വേണമെങ്കിലും പോയി ഇരിക്കാം, പഠിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. മോണ്ടിസോറി എന്താ ഉദ്ദേശിക്കുന്നത്? മോണ്ടിസോറി എങ്ങനെയുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്? ഫ്രീ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ തന്നെയാണ്. ഫ്രീ അറ്റ്മോസ്ഫിയർ, ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള എല്ലാ ഇൻഡിവിജ്വൽസിനും ഇൻഡിപെൻഡന്റ് ആക്കാനാണ് മോണ്ടിസോറി അഭിപ്രായപ്പെടുന്നത്. ഓക്കെ, അപ്പൊ അവിടെ അവർ ഫ്രീ ആയിരിക്കണം, അവരുടെ മൂവ്മെന്റ്സ് ഫ്രീ ആയിരിക്കണം, അവർ പഠിക്കുന്ന കാര്യങ്ങളിൽ അവരെപ്പോഴും ഫ്രീ ആണ്, ഒരു റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ലാതെ, അല്ലെ? അങ്ങനെ ഇൻഡിപെൻഡന്റ് ആയിട്ട് ക്ലാസ് റൂമിൽ ഇരിക്കാനായിട്ട് കുട്ടികൾക്ക് കഴിയണം. അത്തരത്തിലുള്ള സിറ്റുവേഷൻസ് ഒരുക്കി കൊടുക്കേണ്ടത് ആരാണ്? അധ്യാപകരാണ്. ഓക്കെ, നമ്മളെല്ലാവരും ഇൻഡിപെൻഡന്റ് ആയിട്ട് ഇരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്, അല്ലെ? നമ്മൾ ആരെങ്കിലും നിയന്ത്രിക്കുന്നത് നമുക്ക് ഇഷ്ടമാണോ? അല്ല. അല്ല. കുട്ടികൾ, നമ്മൾക്ക് വലിയ ആൾക്കാർക്ക് പറ്റും, കുട്ടികൾക്ക് പറ്റും. നമ്മളുടെ കുട്ടികളെ ചില സമയത്ത് നമ്മളോട് ദേഷ്യപ്പെടുന്ന കണ്ടിട്ടില്ലേ? നമ്മൾ പറയും അത് ഇത് ചെയ്യുന്നൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്ത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ അവരെ ബലം പിടിച്ച് അവിടെ ഇരുത്തുകയാണ്, അല്ലെ? അവരെ ഫ്രീ ആയിട്ട് പോകാൻ സമ്മതിക്കുന്നില്ല ചില അങ്ങനെ സിറ്റുവേഷൻസ്. ഫോഴ്സ് ചെയ്യരുത് ഒരിക്കലും. ഞാൻ ഫോഴ്സ് ചെയ്യുന്നത് അവർക്കൊരു സ്വതന്ത്ര സിറ്റുവേഷൻ കൊടുക്കാതിരിക്കുകയാണ് അവിടെ. അവരെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ടൈറ്റ് ഷെഡ്യൂളിലേക്ക് കൊണ്ടുവരികയാണ്. അങ്ങനെ ഒരിക്കലും പ്രൊവൈഡ് ചെയ്യരുത് കുട്ടികൾക്ക്. അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒരുക്കി കൊടുക്കരുത്. ദെൻ വർക്ക്. ഇനി നമ്മളുടെ മറ്റൊരു ടെൻഡൻസിയാണ് വർക്ക് എന്ന് പറയുന്നത്. എന്താണ് വർക്ക്? ജോലി. എപ്പോഴും വർക്ക് ആണ്, അല്ലെ? നമ്മളെപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുഞ്ഞുങ്ങളായാലും ശരി, വലിയ ആൾക്കാരായാലും ശരി, മുതിർന്നവരെ വയോധികരായാലും ശരി, നമ്മൾ എന്താണ്, നമ്മൾക്ക് ഈ ടെൻഡൻസി കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, അല്ലെ? നമ്മൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും. യെസ്, കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ ആക്ടിവിറ്റീസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കും. ക്ലാസ് റൂം സിറ്റുവേഷൻസ് ആയിട്ട്, എൻവയോൺമെന്റ് സിറ്റുവേഷൻസ് ആയിട്ട്, വീട്ടിൽ പോയി കഴിഞ്ഞാൽ വീട്ടിലായിട്ടുള്ള ആ അറ്റ്മോസ്ഫിയറുമായിട്ട് കുഞ്ഞുങ്ങൾ എന്തെങ്കിലുമൊക്കെ, കുട്ടികൾ എപ്പോഴും എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും, അല്ലെ? കുഞ്ഞുങ്ങളൊന്ന് നോക്കി ആലോചിച്ച് വെക്കുക. കുഞ്ഞുങ്ങൾ എപ്പോഴെങ്കിലും അനങ്ങാതെ ഒരു ഭാഗത്തിരിക്കുന്ന കുട്ടികൾക്ക് ബ്രെയിൻ ഡെവലപ്മെന്റ് കുറവായിരിക്കും. എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കായിരിക്കും എന്തെങ്കിലുമൊക്കെ കുറച്ച് ബുദ്ധി ഉണ്ടാകുക. ഇപ്പത്തെ പരസ്യം ഉണ്ടല്ലോ, അങ്ങനെ കുരുത്തക്കേട് കാണിക്കുന്നതുകൊണ്ട് നമുക്കതൊരു പണിയാണ്, പക്ഷെ അവന്റെ ബ്രെയിൻ ഡെവലപ്മെന്റ് നടക്കുന്നുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. അതെ. Very good. അപ്പോൾ these are the 10 to 14 and universal tendencies ആണ് മോണ്ടിസോറി ഒബ്സർവ് ചെയ്ത് കണ്ടെത്തിയ 14 മനുഷ്യന്റെ പ്രവണതകളാണ്. ഇതിനെല്ലാത്തിനും എക്സ്പ്ലനേഷൻസ് വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഇപ്പൊ ഒരു ഏകദേശ ധാരണ കിട്ടില്ല എന്താണ് ഈ 14 ടെൻഡൻസികൾ എന്ന്? കിട്ടി മിസ്. ഓക്കെ. സൈൻ ഔട്ട് ഉണ്ടോ? ഞാനുണ്ട്. പറയട്ടെ, ഒരു പാട്ടാണ് കുറച്ച്. കണ്ണോട് കണ്ടപ്പോൾ കണ്ടെത്തി ഞാൻ 1000 താരകൾ പൂത്തു എന്ന്, പിന്നെയും പിന്നെയും കണ്ട നേരം പുഞ്ചിരി പൂത്തുലഞ്ഞു. കാണാതെ വയ്യെന്ന് തോന്നലായി, കണ്ടിട്ടും കണ്ടിട്ടും പോരാതായി, തൊട്ടപ്പോൾ ആത്മാവിൻ തേൻ നിറഞ്ഞു, പൂ പോലെ നീ വിരിഞ്ഞു. ഉള്ളിലൊളിച്ചൊരു മോഹമെല്ലാം കള്ളത്തരങ്ങളിൽ തുള്ളികളായി, കണ്ട നേരം കൊണ്ടലായി, കൊണ്ടലിൽ മിന്നലായി. മിന്നൽ വേള കയ്യിലിട്ട പെണ്ണഴകേ, എത്തിത്തൊടാൻ എത്തുകില്ല മാറിവില്ലാണു നീ. മിന്നൽ വേള കയ്യിലിട്ട പെണ്ണഴകേ, എത്തിത്തൊടാൻ എത്തുകില്ല മാറിവില്ലാണു നീ. കഴിഞ്ഞു. ഇത്രേ അറിയുള്ളൂ. ഈ സഫിയ പാട്ട് പാടുന്നതും സഫിയ സംസാരിക്കുന്ന ശബ്ദവും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. സഫിയ പാട്ട് പാടുന്ന ശബ്ദമാണ് നല്ലത്, സംസാരിക്കുന്ന ശബ്ദം കൊള്ളില്ല. സംസാരിക്കുമ്പോൾ ദേഷ്യം വരുന്നില്ല. ഇനി ഞാൻ സംസാരിക്കില്ല. ഭയങ്കര ബാസുള്ള ശബ്ദം, ഭയങ്കര ഒരു ദേഷ്യക്കാരി സംസാരിക്കുന്ന പോലെ തോന്നുന്നു. പക്ഷെ പാട്ട് പാടുമ്പോൾ അങ്ങനെ തോന്നുന്നുണ്ട്. എന്താ ടീച്ചർ അങ്ങനെയൊക്കെ പറയണത്? ഞാൻ സംസാരിക്കാനേ വരുന്നില്ല. അയ്യോ, അങ്ങനെ പറയില്ലേ. ഉണ്ടെന്നാ പറയുന്നത്. സംസാരത്തിന് ഭയങ്കര ബാസുള്ള ശബ്ദമാണ് സംസാരിക്കുമ്പോൾ. പാട്ട് പാടുമ്പോ സീറ്റ് വോയിസ് ആണ്. ഇവിടെ എവിടെ മിസ്റ്റേക്ക് ഉള്ളത്?
കറക്റ്റ് ആയിട്ടല്ലേ പറഞ്ഞ? അല്ല, എനിക്ക് എന്റെ പ്രശ്നം എന്താണെന്ന് അറിയില്ലല്ലോ, ടീച്ചർ പറഞ്ഞപ്പോൾ മനസ്സിലായത്. രണ്ട് ശബ്ദമുള്ളത് നല്ലതല്ലേ എന്തെങ്കിലും? അതെ, ഗൗരവമായിട്ടുള്ള ഒരു സൗണ്ട് നല്ലതാണല്ലോ അല്ലെ? എന്താ സംസാരിക്കുന്നത്? സഫി ഒരു ദിവസം ഒന്ന് സംസാരിച്ചില്ലെങ്കിൽ എന്തോ പോലെയല്ലേന്ന് ചോദിച്ചതാ. കേട്ടില്ല. ഇത് ഒന്നുകൂടി പറയാമോ? സഫി ഒരു ദിവസം വന്ന് സംസാരിച്ചില്ലെങ്കിൽ എന്തോ പോലെയല്ലേന്ന് പറഞ്ഞതാ. അത് ശരിയാണ്. സഫിയുടെ സംസാരം പാട്ട് തമ്മിൽ വ്യത്യാസമുണ്ട്. പാട്ട് നല്ല രസമായിട്ട് പാടും. സംസാരിക്കുമ്പോ ഒരു പാട്ട് പാടുന്ന ആളാണ് സംസാരിക്കാൻ തോന്നില്ല. അതാണ് ഞങ്ങൾ പറഞ്ഞത് കേട്ടോ. ഓക്കെ, താങ്ക് യു ടീച്ചർ. താങ്ക് യു. താങ്ക് യു. താങ്ക് യു മിസ്. ക്ലാസ് ഉണ്ട് കേട്ടോ, നിങ്ങൾ കേറണം. ഇപ്പൊ പോവരുതാരും. ഇപ്പൊ അപർണ മിസ്സിന്റെ ക്ലാസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായി തുടങ്ങിയപ്പോ. ഓക്കെ.